الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون صدق الله مولانا العظيم بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة محمد صلى الله عليه وسلم. പീതിൽ ബഹുശരായ ബഹുന്ദരായ പണ്ഡിത മഹത്തുക്കളെ, മറ്റു സംഘാടകരെ, വിശിഷ്ട അതിഥികളെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ഉമ്മപങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിന്റെ വഴിധാരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന നമ്മുടെ ഉസ്താദന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ തൗബ ചെയ്ത് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, സമകാല മഹല്ല് ജുമാ മസ്ജിദ് കമ്മിറ്റി ദിക്ർ വാർഷികവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണ മജ്ലിസിന്റെ 2ാമത്തെ ദിവസമാണെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുവേണ്ടി പരിശ്രമിച്ചവർ, ഓടി നടന്നവർ, സഹായിച്ചവർ, നല്ല വാക്കു പറഞ്ഞവർ, ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഈ സംഘാടകരുടെ കൂടെ നിന്ന് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നല്ല മരണം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ് നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫ് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ്. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് ചോദിച്ചു, നബിയെ, എനിക്ക് ഒരു ഉപദേശം തന്നാലും എന്റെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന, എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു ഉപദേശം തരണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുകൊടുത്ത ഒരു ഉപദേശം, എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളെ ഞാൻ അറിയും. തീർച്ചയായും അവർ അന്ത്യനാളിൽ വെളുത്ത തിഹാമ പർവ്വതങ്ങളെ പോലെയുള്ള നന്മകളുമായി വരുന്നതാണ്. നബി തങ്ങൾ പറയുന്നു, എനിക്കവരെ നല്ലതുപോലെ അറിയാം. ആ നന്മകളുമായി നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന ആ വിഭാഗത്തിന്റെ മുഖത്തേക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പർവ്വതങ്ങളോളം വലുപ്പമുള്ള നന്മകൾ മുഴുവനും അവരുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുകയും അതെല്ലാം ധൂളികളായി പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറയുമ്പോ മഹാനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ആ വിഭാഗം ആരാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, യാ സ്വഹാബ, അവര് നമ്മുടെ കൂട്ടത്തിലുള്ളവരാണ്. സ്വഹാബ, അവര് നമ്മുടെ കൂട്ടത്തിലുള്ളവരാണ്. നമ്മളെ പോലെ നിസ്കരിക്കുന്നവരാ, ഖുർആൻ ഓതുന്നവരാ, ദിക്ർ പറയുന്നവരാ, നന്മ ചെയ്യുന്നവരാ, അവര് നമ്മുടെ കൂട്ടത്തിലുള്ളവരാണെന്ന് നബി തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി ചോദിക്കുന്നു, നബിയേ, അവരാരാണെന്നൊന്ന് പറഞ്ഞു തന്നാ ഞങ്ങൾക്ക് അവരുടെ കൂടെ കൂടാതിരിക്കാമല്ലോ, അവരുടെ വിഭാഗത്തിൽ പെട്ടുപോകാതെ ഇരിക്കാൻ അവരാരാണെന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തതാരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലും ഇരിക്കുന്ന ചിലരാണ്. അവര് നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ അവര് വെറും കയ്യോടെയല്ല കടന്നു പോകുന്നത്. ഒരുപാട് നിസ്കാരമുണ്ട്, നോമ്പുകളുണ്ട്, ഖുർആൻ ഓതിയതുണ്ട്, സദഖ കൊടുത്തതുണ്ട്, ദിക്ർ പറഞ്ഞതുണ്ട്. വലിയ പർവ്വതങ്ങളോളം വലിപ്പമുള്ള നന്മകളുമായി നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു പോകുന്ന വിഭാഗമാരാ. ആ നന്മകൾ മുഴുവനും പടച്ചവനെ അവരുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുകയാണ്. ഒന്നുമില്ലാത്തവരെ പോലെ നാണം കെട്ടുപോകുന്ന വിഭാഗമാണ് അവർ. പരസ്യമായി ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാ. ജനങ്ങൾ കാണുന്നതിന് വേണ്ടി പരസ്യമായിട്ട് നിസ്കരിക്കുന്നവരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പരസ്യമായി നോക്കിയാൽ അവര് നല്ലവരാണ്. രഹസ്യമായ ജീവിതത്തില് അവർക്ക് പാപം ചെയ്യാനൊരു പേടിയുമില്ലാത്തവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ രഹസ്യമായ ജീവിതത്തില്, പരസ്യമായ ജീവിതത്തില് മാത്രമല്ല, നീ രഹസ്യമായ ജീവിതത്തിലും നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ജനങ്ങളുടെ മുമ്പിൽ തെറ്റു ചെയ്യാൻ നമുക്ക് വല്ലാത്ത ഒരു പേടിയാ. നാട്ടുകാരുടെ മുമ്പിലും മാതാപിതാക്കളുടെ മുമ്പിലും ആരെങ്കിലൊക്കെ കാണാനുണ്ടെങ്കിൽ നമ്മൾ പറ്റിയൂല, നമുക്ക് പേടിയാണ്. അവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ വിചാരിക്കും. അതുകൊണ്ട് വലിയ മാന്യന്മാരെ പോലെ നടക്കും. പക്ഷെ രഹസ്യമായി സാഹചര്യം ഉണ്ടായാലോ, ആരും കാണാത്ത ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പാവം ചെയ്യാൻ പേടിയൊന്നുമില്ല. ഞാനും നിങ്ങളും ചെയ്യും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞു, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ചെയ്യുന്നവർ സൂക്ഷിക്കണം.
പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എന്താണ് വഴിയെന്ന് നബി തങ്ങളോട് സഹാബികൾ ചോദിക്കുമ്പോ അള്ളാന്റെ റസൂൽ അവിടുന്ന് 7 വഴികളാണ് പറഞ്ഞു കൊടുക്കുന്നത്. പാപം ചെയ്യാതെ രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ, തെറ്റ് ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ ആ തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞു മാറാനുള്ള 7 വഴികൾ നബി തങ്ങൾ പഠിപ്പിക്കുകയാ. ഈ 7 വഴികൾ പടച്ചവനെ നമ്മളൊന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറായാൽ ഏത് തെറ്റിൽ നിന്നും നമുക്ക് പിന്തിരിയാ, എത്ര വലിയ പാപത്തിൽ നിന്ന് നമുക്ക് പിന്തിരിയാ. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമതായി പറയുകയാ, ഏത് തെറ്റ് ചെയ്യുവാനുള്ള അവസരം കിട്ടിയാലും അതിൽ നിന്ന് പിന്മാറാൻ കഴിയുന്ന ഒന്നാമത്തെ വഴി എന്തെന്നറിയുവോ? ദുനിയാവിലെയും ആഖിറത്തിലെയും അനന്തര ഫലങ്ങളെ കുറിച്ച് നീ ഒന്ന് ഓർത്താ മതിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പടച്ചവനെ ഈ പാപം ഞാൻ ചെയ്തു കഴിഞ്ഞാ എനിക്ക് ദുനിയാവിലുണ്ടാകുന്ന നഷ്ടമെന്താണ്, എനിക്ക് ആഖിറത്തിലുണ്ടാകുന്ന നഷ്ടമെന്താണ്? ഈ നഷ്ടത്തെക്കുറിച്ച് നിനക്ക് ഓർക്കാൻ കഴിഞ്ഞാൽ, ഈ നഷ്ടത്തെക്കുറിച്ച് നിനക്കൊന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ ആ പാപത്തിൽ നിന്ന് നിനക്ക് പിന്തിരിയാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. പാപം ഏതാണ്, നന്മ ഏതാണ്? നന്മ ചെയ്യുന്നവന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? പാപം ചെയ്യുന്നവന് ദുനിയാവിൽ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണ്? ആഖിറത്തിൽ കൊടുക്കുന്ന ശിക്ഷ എന്താണ്? നരകത്തിൽ കൊടുക്കുന്ന ശിക്ഷ എന്താണ്? അറിയാത്ത ഒരു മനുഷ്യനുമില്ല. എടോ, ഈ വാഴ കേൾക്കാമെന്നിരിക്കുന്ന പറയുന്ന ഞാനാകട്ടെ, കേൾക്കുന്ന നിങ്ങളാകട്ടെ, നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഓരോ പാപങ്ങൾ ഏതാണെന്ന്. പടച്ചവനെ, കള്ള് കുടിക്കുന്നത് പാപമാണ്. ആ കള്ള് കുടിക്കാൻ പാടില്ല. ആ കള്ള് കുടിക്കുന്നവന് ദുനിയാവിൽ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണ്? അവന്റെ മരണത്തിന്റെ വേള എങ്ങനെയാണ്? അവന്റെ ഖബർ ജീവിതം എങ്ങനെയാണ്? നാളെ പരലോകത്ത് വരുന്ന കോലം എങ്ങനെയാണ്? പരലോകത്ത് അവന്റെ അവസ്ഥ എന്താണ്? നരകത്തിൽ അല്ലാഹു അവന് കൊടുക്കുന്ന ശിക്ഷ എന്താണ്? പടച്ചവനെ, ഓരോ പാപത്തിനും അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ പഠിച്ചവരാ. പടച്ചവനെ, നിസ്കരിക്കാത്തവന് അല്ലാഹു ദുനിയാവിൽ കൊടുക്കുന്ന ശിക്ഷ എന്താണ്? മരണസമയം എങ്ങനെയാണ്? ഖബറിനകത്ത് എങ്ങനെയാണ്? പരലോകത്ത് എങ്ങനെയാണ്? അവന്റെ സ്ഥാനം നരകമാണ്. ഇതുപോലെ ഓരോ പാപങ്ങൾ അല്ലാഹുവേ, വ്യഭിചരിക്കും, അത് വ്യഭിചാരമാകട്ടെ, കള്ളുകുടിയാകട്ടെ, പലിശ തിന്നുന്നതാകട്ടെ, ഏതു പാപമാണെങ്കിലും നമുക്കറിയാം. എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളു കുടിക്കുന്നവനാകട്ടെ, കഞ്ചാവടിക്കുന്നവനാകട്ടെ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവനാകട്ടെ, അതറിയാം. പണ്ഡിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കാലത്തും അവന് സ്വർഗത്തിൽ കിടക്കൂല. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ തൊണ്ടയ്ക്ക് താഴെ ഒരു തുള്ളി കള്ളിറങ്ങിയ അവൻ ഒരു കാലത്തും തൗബ ചെയ്യാതെ സ്വർഗത്തിലേക്ക് കിടക്കൂല. ഇത് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് കുടിക്കരുതെന്ന്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. ഇതറിയാത്ത ആരുമില്ലടോ. കള്ളു കുടിക്കുന്നവനും ബിയറടിക്കുന്നവനും കഞ്ചാവടിക്കുന്നവനും MDM അടിക്കുന്നവനും ഏത് ലഹരി ഉപയോഗിക്കുന്നവനുമാകട്ടെ, അവനറിയാം ഇത് ചെയ്യുന്നത് പാപമാണ്. ഒരു കാലത്തും അവന് സ്വർഗത്തിൽ കിടക്കൂല. പടച്ചവനെ, നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കള്ളുകുടിയന്റെ കൂടെ നടക്കരുത്, അവന്റെ കൂടെ കൂട്ടുകൂടരുത്, അവന്റെ കൂടെ ഇരിക്കരുത്, അവനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തരുത്, അവന് ഭക്ഷണം കൊടുക്കരുത്. പടച്ചവനെ, അവനുമായിട്ടുള്ള ബന്ധങ്ങൾ മുഴുവനും അവസാനിപ്പിക്കണം. അവന്റെ കുടുംബത്തിൽ പോലും പെണ്ണ് കൊടുക്കാൻ പാടില്ല. കള്ളുകുടിക്കുന്നവര് മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്. പടച്ചവനെ, എന്തിനാണ് അവന്റെ ജനാസ കൊണ്ടുവരുന്നത് കണ്ടാൽ അതിന്റെ കൂടെ പോലും കൂടരുത്. അവന്റെ ചാരത്ത് പോലും കബറടക്കരുത്. ഈമാനില്ലാത്ത മരണമാണ്. അവൻ നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോ
പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നത് പേ പിടിച്ച പട്ടിയുണ്ടല്ലോ, അതാ പേ പിടിച്ച നായ തന്റെ നാക്കിങ്ങനെ നീട്ടിയിട്ട് ഇളവൊലിപ്പിച്ചിട്ട് പോകുന്നത് പോലെ പേ പിടിച്ച നായ പോലെ അല്ലാഹു അവനെ പരലോകത്തേക്ക് കൊണ്ടുവരികയാണ്. ആരെയാണ്? കള്ളു കുടിക്കുന്നവന്. അതുപോലെയാണ് ഏത് പാപം നോക്കിയാൽ, അത് കള്ളുകുടിയാണെങ്കിലും പെങ്ങളെ വ്യഭിചാരമാണെങ്കിലും നിനക്കറിയില്ലേ അത് പാപമാണെന്ന്? അത് വൻ പാപമല്ലേ പെങ്ങള്? അല്ല പറഞ്ഞത് എന്താണ്? വലാ തഖ്റബുസിനാ ഇന്നഹു കാന ഫാഹിശാ വസാഅ സബീലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് അതിലേക്ക് അടുക്കുന്നത് പോലും ചെയ്യാൻ പാടില്ലെന്നാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും നമ്മളിലധികം പേരും വ്യഭിചരിക്കുന്നവരാണ്. ചോദിക്കും, ഉസ്താദ് ഇന്ന് വരെ ഞാൻ എന്റെ ഭാര്യയുമല്ലാതെ വേറൊരു പെണ്ണുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല, ഞാൻ ഇന്ന് വരെ വ്യഭിചരിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, വ്യഭിചാരമെന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ആണും പെണ്ണും ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മാത്രമാണ് വ്യഭിചാരമെന്ന് പറയുന്നതെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലുമല്ല. റസൂല് പറഞ്ഞതെന്തെന്നറിയോ? നബിതങ്ങള് പറഞ്ഞത് എവിടെന്നറിയോ? ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ടെന്നാ. ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ടെന്നാ. കണ്ണുകൊണ്ട് അന്യ പെണ്ണിന്റെ ശരീരം കാണുന്നത് വ്യഭിചാരമാ, അന്യ പുരുഷന്റെ ശരീരം കാണുന്നത് വ്യഭിചാരമാ. ഔറത്തുകൾ കാണുന്നത് കണ്ണിന്റെ വ്യഭിചാരമാണോ? കേൾക്കുന്നത് ചെവിയുടെ വ്യഭിചാരമാണോ? പറയുന്നത് നാവിന്റെ വ്യഭിചാരമാണോ? തൊടുന്നത് കൈയുടെ വ്യഭിചാരമാണോ? നടന്നു പോകുന്നത് കാലിന്റെ വ്യഭിചാരമാണോ? ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് ഹൃദയത്തിന്റെ വ്യഭിചാരമാണോ? ഇതിന്റെയൊക്കെ പര്യവസാനമാണ് മുഖ്യഭാഗങ്ങൾ പരസ്പരം ചേരുന്നത്. ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരം. കണ്ണുകൊണ്ട് ഹറാമ് കണ്ടാൽ പടച്ചവനെ സെക്സ് വീഡിയോ കാണുന്നവരുണ്ട്, സ്വന്തം ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, പരസ്പരം ഷെയർ ചെയ്യുന്ന കൂട്ടുകാരുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബ, ഹറാമ് കാണുന്ന കണ്ണുണ്ടല്ലോ, ആ കണ്ണിലേക്ക് നാളെ അല്ലാഹു നരകത്തിന്റെ ഈയ മുരുക്കി ഒഴിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ, ചെയ്യുന്ന പാപത്തിന്റെ വലുപ്പം നിനക്കറിയൂല. നിനക്ക് ചെയ്യുന്ന പാപം നിസാരമായി തോന്നുന്നുണ്ടോ? ഈ താടിയും തഴമ്പുമുള്ളവരോട് പറയുകയാ, ചെയ്ത പാപം നിനക്ക് നിസാരമായി തോന്നുന്നുണ്ടോ? പേടിക്കണേ വാപ്പാ. ഹറാമ് കാണുന്നത് നിസാര ഒരു പാപമല്ല, അതിലൂടെ നിനക്ക് വരാൻ പോകുന്ന നഷ്ടം എന്തെന്നറിയോ? ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയത്തിലൊരു മഹാന് തവാഫ് ചെയ്യുകയാ. അല്ലാഹുവിന്റെ കഅബാലയത്തിൽ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ടൊരു സഹോദരൻ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എന്റെ സഹോദരന്റെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ. എന്റെ ജ്യേഷ്ഠന്റെ അവസ്ഥ എനിക്ക് വരുത്തരുത്. ഇതല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. തവാഫ് ചെയ്യുന്ന വേള മുഴുവനും ആ ചെറുപ്പക്കാരന് നോക്കുകയാണ്. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് സ്വർഗമല്ല ചോദിക്കുന്നത്, നരകമോചനമല്ല. അവസാനം ഈ മഹാനപടന്ന തവാഫെല്ലാം കഴിഞ്ഞ് പടച്ചവനെ കഅബാലയത്തിന്റെ മതാഫിന്റെ ഒരു ഭാഗത്തിരിക്കുമ്പോ ഈ ചെറുപ്പക്കാരനെ കാണുകയാണ്. അവിടുന്ന് ചോദിച്ചു, മോനെ, നീ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരയുന്നല്ലോ, ദുആ ചെയ്യുന്നല്ലോ, എന്താണ് നിന്റെ ഇക്കയ്ക്ക് സംഭവിച്ചത്? എന്താണ് നിന്റെ ജ്യേഷ്ഠന് സംഭവിച്ചത്? എന്തിനാണ് കഅബയുടെ കില്ല പിടിച്ച് കരയുന്നത്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ ജ്യേഷ്ഠൻ അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനായിരുന്നു. വർഷങ്ങളോളം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച എന്റെ സഹോദരനുണ്ടല്ലോ, അവസാനം തന്റെ മരണമെടുത്തു. മരിക്കാൻ കിടക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഖുർആൻ എടുത്തുകൊണ്ടുവരാൻ. ഞാൻ ഓടിച്ചെന്ന് ഖുർആൻ എടുത്ത്
കയ്യിലേക്ക് കൊണ്ടുകൊടുക്കുമ്പോ എന്റെ ജ്യേഷ്ഠൻ അത് വലിച്ചെറിയുകയാണ്. ഈമാനില്ലാതെയാണ് എന്റെ സഹോദരൻ മരിച്ചുപോയത്. അതേ പള്ളിയിലാണ് ഞാനിപ്പോ ബാങ്ക് വിളിക്കുന്നത്. എന്റെ ജ്യേഷ്ഠന്മാർ ആ പള്ളിയിലാണ് ബാങ്ക് വിളിച്ചിരുന്നത്. എന്നാ അവരുടെ മരണം മോശമായിരുന്നു. അവർക്ക് ഈമാനുള്ള മരണം കിട്ടിയില്ല. മഹാനവറുകൾ ചോദിച്ചു, മോനെ നിന്റെ ഇക്കമാരുടെ സ്വഭാവം എന്തായിരുന്നു? അവര് നിസ്കരിക്കുന്നവരായിരുന്നു, അവര് സദഖ കൊടുക്കുന്നവരായിരുന്നു, അവര് ദിക്റുകൾ പറയുന്നവരായിരുന്നു, അവരൊരുപാട് നന്മകൾ ചെയ്യുന്നവരായിരുന്നു. എന്നാ മഹാനവറുകൾ ചോദിക്കുകയാണ്, എന്തെങ്കിലും ഒരു ദുസ്വഭാവമുണ്ടായിരുന്നോ? ആ സഹോദരൻ പറഞ്ഞു, എന്റെ ജ്യേഷ്ഠന്മാർക്ക് ഒരേ ഒരു ദുസ്വഭാവമുണ്ടായിരുന്നു. അവരന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്നവരായിരുന്നു. അവരുടെ ആക്കിബത്ത് മോശമായി പോകാനുള്ള കാരണം അതായിരുന്നു. അതുകൊണ്ട് പെങ്ങളെ, നിസാര കാര്യമല്ല, ചെറുപ്പക്കാരാ, നിസാര കാര്യമല്ല. നിനക്കറിയാം അല്ലാഹു തരുന്ന ശിക്ഷ എന്താണെന്ന്. ഓരോ പാവങ്ങൾ ചെയ്യുമ്പോഴും അല്ലാഹു നിനക്ക് ദുനിയാവിൽ തരുന്ന ശിക്ഷയെക്കുറിച്ച് അറിയുന്നവനല്ല, ആഖിറത്തിൽ തരുന്ന ശിക്ഷയെക്കുറിച്ച് പഠിച്ചവരല്ലേ? എന്തേ ചിന്തിക്കാത്തത്? എന്തേ ചിന്തിക്കാത്തത്? പിന്നെ നിന്റെ ധൈര്യം എന്തെന്നറിയോ? ആരും കാണാതെ വാതിലടച്ച് റൂമിനകത്തിരുന്നിട്ട് മൊബൈലെടുത്ത് കയ്യിൽ വെച്ച് വാട്സപ്പിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ, യൂട്യൂബിലൂടെ മോശമായ കാര്യങ്ങൾ കാണുമ്പോ, മോശമായ കാര്യങ്ങൾ പറയുമ്പോ, മോശമായ കാര്യങ്ങൾ ചെയ്യുമ്പോ നിന്റെ ധൈര്യം എന്തെന്നറിയോ? ആരും കാണുന്നില്ലല്ലോ, ആരും അറിയുന്നില്ലല്ലോ, ഇത് രഹസ്യമായ കാര്യമാണല്ലോ. എന്നാ രഹസ്യമായി തെറ്റ് ചെയ്യുന്നവരെ അല്ലാഹു ദുനിയാവിൽ തരുന്ന ശിക്ഷ പറയട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ ആരും അറിയാതെ, ഒരാളും അറിയാതെ രഹസ്യമായി നിന്റെ ബെഡ്റൂമിനകത്തിരുന്നിട്ട് നീയൊരു പാപം ചെയ്തു എങ്കിൽ അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? സത്യവിശ്വാസികളുടെ ഹൃദയത്തില് അല്ലാഹു നിന്നോട് വെറുപ്പ് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ ആരും അറിയാതെ വീടിന്റെ റൂമിനകത്ത് നീ രഹസ്യമായിട്ട് ഒരു തെറ്റ് ചെയ്യുമ്പോ ഈമാനുള്ള ആൾക്കാരുടെ ഹൃദയത്തിൽ നിന്നോട് അല്ലാഹു ഒരു വെറുപ്പ് കൊടുക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പലരും ചോദിക്കുന്നു, ഉസ്താദെ ഞാൻ പള്ളി കെട്ടിക്കൊടുത്തു, പാപങ്ങളെ സഹായിക്കുന്നു, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ആലിമാണ്, ഹാഫിളാണ്, എന്തേ എന്നെ ആരും ബഹുമാനിക്കാത്തെ? എന്നെന്തേ ആരും ആദരിക്കാത്ത, ബഹുമാനിക്കാത്ത? നിന്റെ സ്വഭാവം എന്താന്ന് നിനക്കെന്നറിയല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിലെ ഖത്തീബ് ഉദവി എന്തേ എന്നെ കാണുമ്പോ വലിയ മൈൻഡ് ഒന്നും ചെയ്യാത്ത? എന്തേ ചെയ്യാത്ത? അദ്ദേഹത്തിന്റെ മനസ്സിൽ അല്ലാഹു തോന്നൽ കൊടുക്കുന്നില്ലടോ. നീ വീടിനകത്തിരുന്ന് ചെയ്യുന്ന പാപങ്ങൾ ഈ നാട്ടിലെ പ്രായമുള്ളവർ, ഹാജിയാക്കന്മാർ, കാരണവന്മാർ, ഇൽമു പഠിച്ചവർ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർ എന്തുകൊണ്ട് നിന്നോട് സ്നേഹം കാണിക്കുന്നില്ല? അതിന്റെ കാരണം അല്ലാഹു അവരുടെ ഹൃദയത്തിനകത്ത് നിന്നോട് വെറുപ്പ് കൊടുത്തു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ ചില പാവപ്പെട്ടവരെ കാണുമ്പോ ഉസ്താദ് എഴുന്നേറ്റ് പോയി കൈപിടിക്കുന്നില്ലേ? ചില പാവപ്പെട്ടവരെ കാണുമ്പോ ഉസ്താദ് അങ്ങോട്ട് പോയി കൈപിടിക്കുന്നില്ലേ? എന്തുകൊണ്ട്? അല്ലാഹു അവരുടെ ഹൃദയത്തിൽ സ്നേഹം കൊടുത്തു. അല്ലാഹു അവരുടെ ഹൃദയത്തിനകത്ത് അവരോട് മഹബ്ബത്ത് കൊടുത്തു. കാരണം അവർ അല്ലാഹുവിനെ പേടിയുള്ളവരാ. അവർ രഹസ്യ ജീവിതത്തിലും പരസ്യമായ ജീവിതത്തിലും അവർ അല്ലാഹുവിനെ ഭയക്കുന്നവരാ. അതുകൊണ്ട് അല്ലാഹു അങ്ങോട്ട് സ്നേഹം കൊടുക്കും. അല്ലാതെ പണക്കാരോട് ഉസ്താദിന് സ്നേഹം, അല്ലെങ്കിൽ ചില വ്യക്തികളോടുള്ള സ്നേഹം, അതങ്ങനല്ല. അത് അല്ലാഹു കൊടുക്കുന്നതാ ഒരു മനുഷ്യനും. നീ നിന്റെ വീടിനകത്തിരുന്ന് ചെയ്താലും നിനക്ക് അല്ലാഹു ദുനിയാവിൽ തരുന്ന ശിക്ഷ, ഒന്ന്, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിനകത്ത് അല്ലാഹു നിന്നോട് വെറുപ്പ് കൊടുക്കും. രണ്ട്, നിന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം. നിന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം ആ ചെയ്ത പാപത്തിന്റെ അടയാളം നിന്റെ മുഖത്തുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ പറഞ്ഞു നബിയുനാ റസൂലുള്ളാഹി. സിറാജ് വെറുതെ പറഞ്ഞല്ല. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്ക്. സംശയമില്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്ക്. നാളെ സുബഹി നിസ്കരിക്ക്, എന്നിട്ട് മുഖം നോക്ക്. ഒരു ദിവസം നിസ്കരിക്കാത്ത ദിവസം നിന്റെ മുഖത്ത് നോക്ക്. രണ്ട്, നീ പോയി നോക്കിക്കോ. സുബഹി നിസ്കരിക്കുന്ന ദിവസം നിന്റെ മുഖം കണ്ണാടിയിൽ നോക്ക്. സുബഹി നിസ്കരിക്കാത്ത ദിവസം നിന്റെ മുഖം കണ്ണാടിയിൽ നോക്ക്. നീ ഒരു നന്മ ചെയ്യുന്ന ദിവസം, ഒരു നല്ല കാര്യം ചെയ്ത ദിവസം നിന്റെ മുഖം നീ കണ്ണാടിയിൽ നോക്ക്. ചെയ്യാത്ത ദിവസവും നോക്ക്. വ്യത്യാസമുണ്ട്.
ഒരാൾ നന്മ ചെയ്താൽ അള്ളാഹുവിന്റെ മുഖത്ത് ഈമാനിന്റെ ഒരു ചൈതന്യം കൊടുക്കും. അള്ളാഹു നൽകുമാറാകട്ടെ, അള്ളാഹു നൽകുമാറാകട്ടെ. ചില ഉപ്പമാരെ കാണുമ്പോ ആലിമാകണമെന്നില്ല, തങ്ങളാകണമെന്നില്ല. ചിലരെ കാണുമ്പോ അറിയാതെ എഴുന്നേക്കാറില്ലേ, അറിയാതെ എഴുന്നേക്കാറില്ലേ? ഉപ്പ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, ഹജിയാർ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, ഉസ്താദ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. എല്ലാവരുടെ കയ്യിലും പിടിച്ചു പറയൂല. ചിലരെ കാണുമ്പോ തന്നെ പറയാൻ തോന്നും, ചിലരെ കാണുമ്പോ തന്നെ പറയാൻ തോന്നും. അത് അല്ലാഹു തരുന്ന ഒരു മനസ്സ്, അത് അല്ലാഹു തരുന്ന ഒരു മനസ്സാണ്. അതുകൊണ്ട് ദുനിയാവിൽ രഹസ്യമായി തെറ്റ് ചെയ്യുന്നവര് കേട്ടോ, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിനകത്ത് അല്ലാഹു നിന്നോടൊരു വെറുപ്പ് കൊടുക്കുകയാ. 2, നിന്റെ മുഖത്ത് നിന്ന് ഈമാനിന്റെ പ്രകാശമങ്ങ് നഷ്ടപ്പെടുകയാണ്. 3-ാമതായിട്ട് നബി തങ്ങൾ പറയുകയാ, അല്ലാഹു നിന്റെ ജീവിതത്തിൽ ഇടുക്കമാക്കുകയാ, അല്ലാഹു നിന്റെ ജീവിതം അങ്ങ് ഇടുക്കമാക്കുകയാണ്. കേൾക്കാമെന്നവരെ പെങ്ങളെ നീ ചോദിക്കുന്നല്ലോ, ഉസ്താദേ സമാധാനമില്ല, സന്തോഷമില്ല, പടച്ചവനെ ബറക്കത്തില്ല, നേരെയാകുന്നില്ല, എന്തേ അതിന്റെ കാരണമെന്ന് ചോദിക്കുന്നുണ്ടോ? പെങ്ങളെ പാപം ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു നിന്റെ ജീവിതം ഇടുക്കമാക്കുകയാണ്. സാമ്പത്തികമായിട്ട്, മാനസികമായിട്ട്, ശാരീരികമായിട്ട് എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നിങ്ങൾക്ക് തരികയാ. എന്തുകൊണ്ടാണ് സന്തോഷമുള്ള ജീവിതം കിട്ടാത്തത്? ഏതോ അല്ലാഹു നിന്റെ ജീവിതം ഇടുക്കമാക്കാനുള്ള കാരണം കയ്യിലിരിപ്പാണ്. പെങ്ങള് നീ രഹസ്യമായിട്ടും പരസ്യമായിട്ടും പാപം ചെയ്തപ്പോ, അല്ലാഹുവേ രഹസ്യമായി പാപം ചെയ്തപ്പോ അല്ലാഹു നിനക്ക് തന്ന ശിക്ഷയാ. സർവ്വതും നഷ്ടപ്പെട്ടു പോയില്ലേ, സർവ്വതും നഷ്ടപ്പെട്ടു പോയല്ലോ. ഉസ്താദേ എന്ത് കച്ചവടം ചെയ്തിട്ടും നേരെയാകുന്നില്ലല്ലോ, എന്തേ ഞാൻ രക്ഷപ്പെടാത്തത്, എന്തേ സമാധാനമുള്ള ജീവിതം കിട്ടാത്തത്? ഉസ്താദേ വീടുണ്ട്, കാറുണ്ട്, പണമുണ്ട്, തിന്നാനുണ്ട്, ധരിക്കാനുണ്ട്, അല്ലാഹു എനിക്കെല്ലാം തന്നിട്ടുണ്ട്, പക്ഷേ സമാധാനമില്ലല്ലോ, സന്തോഷമുള്ള ഒരു ജീവിതമില്ലല്ലോ. അതിന്റെ കാരണം നിന്റെ സ്വഭാവം നല്ലതല്ലാത്തത് കൊണ്ടാ. എന്നാ നിനക്ക് നല്ല ജീവിതം വേണോ? അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? രാജാത്തിയെ പോലെ നിനക്ക് ജീവിക്കണോ? ഒരു രാജകുമാരിയെ പോലെ, ലോകത്തിലെ ഏറ്റവും വലിയ രാജാക്കന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന ജീവിതം നിനക്ക് വേണോ? അതിനല്ല പറഞ്ഞത് എന്ത് ചെയ്യാനാ? ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന് പോലും കിട്ടാത്ത ജീവിതം അല്ലാഹു പറഞ്ഞു, ഞാൻ തരാം, ഞാൻ തരാം, ഞാൻ തരാം. ഈ ലോകത്തെ രാജാക്കന്മാരെ പോലെ നിനക്ക് ജീവിക്കണോ? من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة. അല്ലാഹു വിശുദ്ധമായ ഖുർആനിനകത്ത് പറയുകയാ, ഒരു നല്ല ജീവിതം നിനക്ക് വേണോ? ഒരു നല്ല ജീവിതം നിനക്ക് വേണോ? അല്ലാഹു പറഞ്ഞത് മൻ അമില സ്വാലിഹാ, നല്ല കാര്യങ്ങൾ ചെയ്യാലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നീ നന്മകൾ ചെയ്താൽ അല്ലാഹു നിനക്ക് നല്ല ജീവിതം തരികയാണ്, സമാധാനം തരികയാണ്, ബറക്കത്ത് തരികയാണ്, റഹ്മത്ത് തരികയാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നിനക്കുണ്ടാവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി മുതൽ രഹസ്യമായി പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ മനസ്സിലേക്ക് കടന്നു വരേണ്ട 1-ാമത്തെ കാര്യം എന്തെന്നറിയോ? ദുനിയാവ് നഷ്ടപ്പെടുമല്ലോ, വ്യഭിചരിക്കുന്നവന്റെ ആയുസ് കുറയുമെന്ന നിബിധങ്ങളെ പറഞ്ഞല്ലോ. ഹറാം ആരുടെ വീട്ടിലുണ്ടോ, ഹറാമാകെ സമ്പാദ്യം, പലിശയുടെ പൈസ പിടിച്ചു പറിച്ചത്, അല്ലാഹു ഹറാമാക്കിയ പണം ആരുടെ വീട്ടിലുണ്ടോ അവരുടെ ആയുസ് കുറയുമെന്നാണ്, അവരുടെ ആയുസ് കുറയുമെന്നാണ്. ഇതൊക്കെ ദുനിയാവിൽ അല്ലാഹു തരുന്ന ശിക്ഷകളാണ്. പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും കൂട്ടുനിൽക്കുന്നതും സാക്ഷി നിൽക്കുന്നതും എഴുതുന്നത് വരെ ശിക്ഷയാ. പലിശ വാങ്ങുന്നത്, കൊടുക്കുന്നത്, സാക്ഷി നിൽക്കുന്നത്, എഴുതുന്നത് മൊത്തം പാവല്ലേ, മൊത്തം പാവല്ലേ. എന്നിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇതെല്ലാവർക്കും അറിയാം. എന്നിട്ടും ചെയ്യണില്ലേ? ലോൺ എടുക്കണില്ലേ? കൊണ്ടുപോയി പണയം വെക്കുന്നില്ലേ? പലിശക്കെടുക്കുന്നില്ലേ? ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാ. എന്നിട്ടും ചെയ്യുന്നില്ലേ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവസാനം എന്ത് ചെയ്യും?
എന്ത് ചെയ്യും? ജീവിതം പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് നമുക്ക് തെറ്റുമറിയാം, തെറ്റിന്റെ ശിക്ഷയും അറിയാം, ദുനിയാവിൽ കിട്ടുന്നതും ആഖിറത്തിൽ കിട്ടുന്നതും. അതുകൊണ്ട് അല്ലാഹു പറയുകയാ, നബിതങ്ങൾ പറയുകയാ, മക്കളെ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ ഓർമ്മ വേണം, ഇത് അല്പനേരത്തെ സുഖം, ഒരല്പനേരത്തെ സന്തോഷം, ഇത് ഇത്തിരി കഴിഞ്ഞാൽ മാറും. പക്ഷെ വരാൻ പോകുന്ന നഷ്ടങ്ങളെ കുറിച്ച് ചിന്തിക്ക്, നിനക്ക് പിന്തിരിയാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിൽ പോയി നാണം കെട്ടി നിൽക്കണ്ടേ? അല്ലാഹുവിന്റെ കോടതിയിൽ പോയി നാണം കെട്ടി നിൽക്കണ്ടേ? അവിടെ പോയിട്ട് തലതാഴ്ത്തി നിൽക്കേണ്ടി വരുമെന്നുള്ള ചിന്ത നിനക്ക് കടന്നു വരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന് ദുനിയാവിൽ കിട്ടുന്ന നഷ്ടമെന്താണ്, ആഖിറത്തിൽ ഉണ്ടാകുന്ന നഷ്ടമെന്താണ്, അതിനെക്കുറിച്ച് നീ ചിന്തിച്ചാ ആ പാപത്തിൽ നിന്ന് പിന്തിരിയാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, തങ്ങളെ രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? തെറ്റിൽ നിന്ന് പിന്തിരിയാനുള്ള മനസ്സ് വേണോ? പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള അവസ്ഥ വേണോ? അതിനുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹു കാണുന്നുണ്ടെന്നുള്ള ഓർമ്മ വേണേ സഹാബ. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് കാണുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ കണ്ണ് വെട്ടിക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈൻ. അള്ളയാണ് കാണുന്നവൻ, അള്ളയാണ് സാക്ഷിയാ, എല്ലാം അള്ള കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരുടെ കണ്ണ് വെട്ടിച്ചാലും അള്ളാടെ കണ്ണ് വെട്ടിക്കാൻ നിനക്ക് കഴിയില്ലല്ലോ. ഇപ്പോഴാണ് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കേണ്ടത്. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? പടച്ചവനെ നിസ്കരിക്കുന്നവന് ഒരു സ്വർഗമുണ്ടോ? ഖുർആൻ പഠിച്ചവനൊരു സ്വർഗമുണ്ടോ? പള്ളി കെട്ടിക്കൊടുക്കുന്നവന് സ്വർഗമുണ്ടോ? ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ടോ? നോമ്പ് പിടിച്ചവന് സ്വർഗമുണ്ടോ? എല്ലാവർക്കും ഒരു സ്വർഗം, ഒരു സ്വർഗം, ഒരു സ്വർഗം, എല്ലാവർക്കും ഒരു സ്വർഗമാവുള്ളത് എന്നാ അല്ല പറയുകയാ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താ. അല്ല പറയുകയാ, ഒരാൾക്ക് രണ്ട് സ്വർഗമാ പെങ്ങള്. ഈ പള്ളിയുടെ മുമ്പിൽ വന്ന് ഈ വഅലുകൾ കാമുന്ന പെങ്ങളോട് പറയുകയാണ്, ഒരു പെണ്ണിന് രണ്ട് സ്വർഗമുണ്ട്. ഹജ്ജ് ചെയ്തവൾക്കല്ല, ഉംറ ചെയ്തവൾക്കല്ല, നോമ്പ് പിടിച്ചവൾക്കല്ല, നിസ്കരിച്ചവൾക്കല്ല, ഖുർആൻ ഓതുന്നവൾക്കല്ല, ദിക്ർ പറയുന്നവൾക്കല്ല. പിന്നെ ആർക്കാണ് രണ്ട് സ്വർഗമുണ്ടെന്നറിയോ? ആരാണ് രണ്ട് സ്വർഗത്തിന്റെ അവകാശി എന്നറിയോ? അല്ലാഹു തെറ്റ് ചെയ്യാൻ നിനക്ക് സാഹചര്യം തന്നു, പാപം ചെയ്യാൻ നിനക്ക് അല്ലാഹു സാഹചര്യം ഒരുക്കി തന്നു. ആ സമയത്ത് നീ പറയണം, ഇന്നീ അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയാ, പാപം ചെയ്യാൻ എനിക്ക് റബ്ബിനെ പേടിയാ. അല്ല കാണുന്നുണ്ടല്ലോ, അല്ല കാണുന്നുണ്ടല്ലോ. കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി നിന്റെ ശരീരത്ത് കയറി പിടിക്കുമ്പോ എടാ പറയാൻ കഴിയണം, ഇന്നീ അഖാഫുല്ലാഹ്. തെറ്റുകൾ ചെയ്യാൻ അവസരം കിട്ടുമ്പോ അല്ലാഹു കാണുന്നുണ്ടെന്നുള്ള ഒരു ബോധം നിനക്കുണ്ടാകണം. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം കടന്നു വരുമ്പോ, എന്തെങ്കിലും പ്രതിസന്ധികൾ കടന്നു വരുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യാനുള്ള കാരണമെന്താ? പണ്ടേ സമുദായത്തിൽ ആത്മഹത്യ വളരെ കുറവായിരുന്നു. കാരണം ആത്മഹത്യ ചെയ്താൽ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുമെന്ന് ബോധമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ബോധമില്ല. കാരണം അള്ളയാരാണെന്നറിയുന്നില്ല, അതിന്റെ ഗൗരവം അറിയുന്നില്ല. നബി തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ഒരിക്കലും ഒരാള് സ്വർഗത്തിൽ കടക്കൂല. സ്വർഗം ഹറാമാ, സ്വർഗം ഹറാമാ. ആർക്കാണ് സ്വർഗം ഹറാമാകുന്നതെന്നറിയോ? നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു
അല്ലാഹു തന്ന ആയുസ് ഏതെങ്കിലും ഒരു മനുഷ്യനെ സ്വന്തമായിട്ടെടുത്താൽ ആത്മഹത്യ ചെയ്താ അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗം ഹറാമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. കള്ളു കുടിച്ചവന് തൗബയുണ്ടോ? വ്യഭിചരിച്ചവന് തൗബയുണ്ടോ? പലിശ തിന്നുന്നവന് തൗബയുണ്ടോ? എന്തു വലിയ പാപം ചെയ്താൽ തൗബയുണ്ടോ? എന്നാ ആത്മഹത്യ ചെയ്തവന് തൗബയില്ല, അതിനുള്ള അവസരവുമില്ല. അവൻ നരകത്തിലാ, അവൻ ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കൂല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തില് ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യന്റെ ജനാസ കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ നിങ്ങൾ ആരെങ്കിലും ഇമാമത്ത് നിൽക്ക്. സ്വഹാബാ ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യന്റെ ജനാസ കൊണ്ടുവന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഇമാമത്ത് നിൽക്ക്. കാരണം നബി തങ്ങൾ നിന്നിട്ട് കാര്യമില്ല. അല്ലാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല രാജ്യം ഭരിക്കുമ്പോ രാത്രി ഇങ്ങനെ ഇറങ്ങിപ്പോവാ. രാജാവാണ്, ഭരണാധികാരിയാണ്. അതുകൊണ്ട് തന്റെ ജനതയെക്കുറിച്ച് മനസ്സിലാക്കാൻ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും ഉമർതങ്ങള്. ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ ഒരു വീടിനകത്ത് വഴക്ക് നടക്കുന്നു. ഉമ്മയും മകളും കൂടെ വല്ലാത്ത വഴക്ക്. അപ്പൊ ഉമർതങ്ങൾ ആ വീടിന്റെ പരിസരത്ത് പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഇങ്ങനെ നിൽക്കാ. നോക്കുമ്പോ വഴക്കെന്താ? ഉമ്മയും മകളും കൂടെ തർക്കിക്കുകയാ. ഉമ്മ മകളോട് പറഞ്ഞു, മോളെ പാലിനകത്ത് നീ വെള്ളം കലർക്ക്, നമുക്ക് വിൽക്കാം, വെള്ളം ഒഴിക്ക്. മകള് പറഞ്ഞു, ഞാൻ ചെയ്യൂല ഉമ്മ, പാപവാ, ചതിയ, വഞ്ചനയാ, ഞാൻ ചെയ്യൂല. അപ്പൊ ഉമ്മ വീണ്ടും നിർബന്ധിക്കാം, മോളെ പാലിൽ വെള്ളം ഒഴിക്കും, മോളെ നിന്നോട് ഞാനാ പറയുന്ന, വെള്ളം ഒഴിക്ക്, നീ പിടിക്കണ്ട, ധൈര്യമായിട്ട് ഒഴിക്ക്. അപ്പൊ ആ മകൾ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മാ ഉമറാണ് രാജ്യം ഭരിക്കുന്നത്, ഖലീഫ ഉമറാ. ഉമർ എങ്ങാണോ അറിഞ്ഞ നമ്മളെ പിടിക്കും, നമ്മളെ ശിക്ഷിക്കും. ഉമർ എങ്ങനെ അറിയാനാ? ഉമർ രാത്രി വീടിനകത്ത് കിടന്നുറങ്ങാ. നീ ധൈര്യമായിട്ട് വെള്ളമൊഴിക്കുമോളെ. തന്റെ പൊന്നാര മകളോട് ഉമ്മ നിർബന്ധിക്ക വീണ്ടും വെള്ളമൊഴിക്കാൻ. ആ സമയത്ത് പൊന്നുമോള് പറഞ്ഞ മറുപടി, ഉമ്മാ ഉമർ ഉറങ്ങുകയായിരിക്കും, പക്ഷെ അല്ല ഉറങ്ങാറില്ല ഉമ്മ. അല്ല ഉറങ്ങാറില്ല. അല്ല ഇതെല്ലാം കണ്ടോണ്ടിരിക്ക. പടച്ച റബ്ബിത് മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാടെ കണ്ണു വെട്ടിക്കാൻ പറ്റും ഉമ്മ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലയുടെ കൺതടങ്ങൾ നിറഞ്ഞുപോയടോ. ഇതായിരുന്നു പണ്ടത്തെ കുട്ടികൾ. ചെറിയ മക്കൾക്ക് അള്ളയാരാണെന്ന് മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കും. ഇന്നത്തെ തലമുറ അത് പറഞ്ഞു കൊടുക്കാറില്ല. അള്ളയാരാണെന്ന് ആർക്കും അറിയില്ല. അള്ളയാരാണെന്ന്, നമുക്ക് അള്ളയാണ് നമ്മളെ പടച്ചത്, അള്ളയാണ് നമുക്ക് സർവ്വതും തരുന്നത്, ഭക്ഷണം തരുന്നവൻ അള്ളയാ, ആരോഗ്യം തരുന്നവൻ അള്ളയാ, സർവ്വതും തരുന്നവൻ അള്ളയാ. ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആലയുടെ വീട്ടില് ഹജ്ജിന് പോകുന്ന ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഞങ്ങള് ഹജ്ജിന് പോകാം, നിങ്ങൾ വരുന്നുണ്ടോ? മഹാനവറുകൾ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഭാര്യയെയും മക്കളെ എല്ലാം വിളിച്ചുകൂട്ടി. മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, ചെലവിനുള്ള കാശുണ്ട്. അപ്പൊ ഭാര്യയും മക്കളും ചോദിക്കുന്നു, നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭക്ഷണവും ഞങ്ങളുടെ ചെലവുകളും ആരാ നോക്കാ? നിങ്ങൾ പോയി വരുന്നത് വരെ ഈ കുടുംബം കഴിയണ്ടേ? അപ്പൊ മക്കളും ഭാര്യയും ഇതിന് തടസ്സം പറഞ്ഞു. ഹാത്തിമുൽ അസം തങ്ങളുടെ ചെറിയ മോള് എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുന്നു, വാപ്പാ അള്ളയല്ലേ നമുക്ക് ഭക്ഷണം തരുന്നത്, വാപ്പയല്ലല്ലോ. ഉമ്മാനോടും സഹോദരങ്ങളോടും ചോദിക്കുകയാ, അള്ളയല്ലേ ഭക്ഷണം തരുന്നവൻ? അള്ളയല്ലേ നമ്മളെ പടച്ചത്? അള്ളയല്ലേ ഭക്ഷണം തരുന്നവൻ? വാപ്പയാണോ ഭക്ഷണം തരുന്നത്? അള്ളയല്ലേ? നിങ്ങളെല്ലാം പറയണ വാപ്പയാണെന്ന്. വാപ്പ ഹജ്ജിന് പോ, വാപ്പ അള്ള തരും ഭക്ഷണം. ഈ ചെറിയ മകളും കിട്ട് പറഞ്ഞു. പിന്നെ ആർക്കൊന്നും പറയാൻ പറ്റിയില്ല. മഹാനായ ഹാത്തിമുൽ അസം തങ്ങൾ ഹജ്ജിന് പോയി. ദിവസങ്ങൾ കഴിഞ്ഞു, വീട്ടിൽ പട്ടിണിയായി. ദിവസങ്ങൾ കഴിഞ്ഞു, വീട്ടിൽ പട്ടിണിയായി, കഴിക്കാൻ ഭക്ഷണമില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും വല്ലാത്ത പ്രയാസം. അവസാനം കഴിക്കാൻ ഭക്ഷണമില്ലാതെ വന്നപ്പോ ഈ ചെറിയ മകള് വീട്ടിൽ പോയിട്ട് ഭക്ഷണം ചോദിച്ചു. ഉമ്മാനോട് അടുക്കളയിൽ പോയി. ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോ കരയാൻ തുടങ്ങി. ഈ സമയത്ത് മറ്റുള്ള കൂടപ്പുറപ്പുകൾ പറഞ്ഞു, നീ ഒറ്റ ഒരുത്തിയ വാപ്പാനെ പറഞ്ഞു വിട്ടെ, നീ ഒരാളാ ഉപ്പാനെ പറഞ്ഞു വിട്ടത്, നീയല്ലേ പറഞ്ഞ അള്ള ഭക്ഷണം തരുമെന്ന്, മേടിച്ചു കഴിക്ക്, നീ അള്ള ഭക്ഷണം തരുമെന്ന് നീയല്ലേ പറഞ്ഞ, മേടിച്ചു കഴിച്ചോളാൻ. എല്ലാരും ദേഷ്യം കൊണ്ട് പറഞ്ഞു. ഈ ചെറിയ മകൾക്ക് വല്ലാത്ത സങ്കടമായി. ഈ മകള് മാറിപ്പോയിരുന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ എന്നെ എല്ലാരും കുറ്റപ്പെടുത്തുന്നുള്ള,
എല്ലാരും എന്നെ ഒറ്റപ്പെടുത്തുന്നുള്ള, നീയാണ് ഭക്ഷണം തരുന്നത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇവരെന്നെ കളിയാക്കുന്നു. പടച്ചവനെ, ഈ ചെറിയ മകളങ്ങിട്ട് ദുആ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ വീടിന്റെ വാതിലിൽ ഒരാൾ വന്ന് കിടന്നിങ്ങനെ വിളിക്കാം. വീടിന്റെ വാതിലിൽ ഒരാൾ വന്നിങ്ങനെ വിളിക്കുന്നു. ഹാത്തിമുൽ അസ്സം തങ്ങളുടെ ഭാര്യ അവിടെ നിന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ വെപ്രാളത്തോടെ വളരെ ആർത്തിയോടെ ചോദിക്കുന്നു, കഴിക്കാൻ വല്ലതെന്താ, കുടിക്കാൻ എന്തെങ്കിലും എന്താ, അല്പം വെള്ളം എന്താ. ഹാത്തിമുൽ അസ്സം തങ്ങളുടെ ഭാര്യ വെള്ളം എടുത്തു കൊണ്ടുകൊടുത്തു. ആ മനുഷ്യൻ ആർത്തിയോടെ കൂടെ കുടിക്കുകയാണ്. ഹാത്തിമുൽ അസ്സം തങ്ങളുടെ ഭാര്യ ചോദിച്ചു, നിങ്ങൾ ആരാ, നല്ല പരിചയമുണ്ടല്ലോ, നിങ്ങള് വഴിയാത്രക്കാരനൊന്നും അല്ലല്ലോ, നിങ്ങൾ ആരാ? ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, ഞാൻ ഈ രാജ്യത്തെ ഭരണാധികാരിയാ, എന്റെ പട്ടാളക്കാരോടൊപ്പം ഞാൻ വേട്ടയ്ക്ക് വേണ്ടി കാട്ടിലേക്ക് പോയതാണ്, വഴിതെറ്റിപ്പോയി, അവര് മുഴുവനും എന്നെ തെരഞ്ഞു നടക്കുകയാ, ഞാൻ വല്ലതും കഴിച്ചിട്ട് ദിവസങ്ങളായി. പടച്ചവനെ, ഹാത്തിമുൽ അസ്സം തങ്ങളുടെ ഭാര്യ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്. അപ്പൊ ചോദിച്ചു, എന്തിനാ സുബ്ഹാനല്ലാഹ് പറഞ്ഞത്? ഇന്നലെ എന്റെ വീടിനകത്ത് തിന്നാനില്ലാതെ കുടിക്കാനില്ലാതെ എന്റെ മകള് കരഞ്ഞു. ഇന്ന് രാജ്യത്തിന്റെ ഭരണാധികാരി വെള്ളത്തിന് വേണ്ടി എന്റെ വീടിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. അപ്പൊ ചോദിച്ചു, ആരുടെ വീടാ? ഇത് ഹാത്തിമുൽ അസ്സം തങ്ങളുടെ വീടാ. അപ്പോഴാണ് പട്ടാളക്കാര് മുഴുവനും രാജാവിനെ തെരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. ഹാത്തിമുൽ അസ്സം തങ്ങളുടെ വീടാണെന്ന് പറഞ്ഞപ്പോ രാജാവ് തന്റെ അരയിലിരുന്ന സ്വർണ്ണ നാണയം എടുത്തിങ്ങനെ വീടിന്റെ മുമ്പിലേക്ക് വെക്കുകയാണ്. പട്ടാളക്കാരോട് പറഞ്ഞു, എന്നെ ആര് സ്നേഹിക്കുന്നുണ്ടോ അവരെല്ലാവരും ഈ കുടുംബത്തെ സഹായിക്കാൻ. പട്ടിണി കിടന്ന വീട് നിമിഷ നേരം കൊണ്ട് സ്വർണ്ണ നാണയം ഇങ്ങനെ കൂമ്പാരമാവുകയാണ്. അപ്പോഴും ആ പൊന്നുമോളിരുന്ന് കരയുകയാണ്. രാജാവ് ചോദിക്കുന്നു, മോളെ, എന്തിനാ മോളെ നീ കരയുന്നത്? ഇനി മരിക്കുന്ന കാലം വരെ നിനക്ക് ആവശ്യമുള്ളത് ജീവിക്കാനുള്ള സമ്പത്ത് കിട്ടിയല്ലോ, ഇനി എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ ആ പൊന്നുമോള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അള്ളാഹുവിന്റെ ഒരടിമയായ നിങ്ങൾ എന്റെ വീട്ടിൽ വന്നപ്പോ, അള്ളാഹുവിന്റെ അടിമയായ ഒരു മനുഷ്യൻ എന്റെ വീട്ടിലേക്ക് വന്നപ്പോ മരിക്കുന്ന കാലം വരെ ജീവിക്കാനുള്ള സമ്പത്ത് കിട്ടിയെങ്കിലൂ സുബ്ഹാനല്ലാഹ്, അല്ലാഹു വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? എന്റെ റബ്ബങ്ങാണം എന്റെ വീട്ടിൽ വന്നാൽ അന്നത്തെ ചെറിയ മക്കൾക്ക് പോലും അള്ളയാരാണെന്ന് അറിയുമായിരുന്നു. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്കറിയില്ല. എങ്കിൽ ആദ്യം അള്ളാനെ കുറിച്ച് പഠിക്കുവാപ്പാ. അള്ള കണ്ടുകൊണ്ടിരിക്കുകയാ. ആര് ഉറങ്ങിയാലും അള്ള ഉറങ്ങാറില്ലല്ലോ. പടച്ച റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ പാപം ചെയ്താ നിനക്കെന്ത് ചങ്കൂറ്റമാടാ ചെറുപ്പക്കാരാ? നിന്നെ പടച്ച അള്ള കണ്ടുകൊണ്ടിരുന്ന നിനക്കൊരു പേടിയുമില്ലല്ലോ. എന്ത് ധിക്കാരമാ സഹോദരാ! അള്ള കാണുന്നുണ്ടെന്നുള്ള ഓർമ്മ നിന്റെ മനസ്സിലേക്ക് കടന്നു വന്നാ പാപം ചെയ്യാൻ കഴിയില്ല. അള്ളാ എന്ന് കേട്ട് കഴിഞ്ഞാ നിന്റെ ഹൃദയത്തിനകത്ത് മാറ്റം വരികയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ല ചോദിക്കുകയാ, നന്നാകാ സമയമായില്ലേ? അലം യഅനിനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് ചോദിക്കുകയാണ്, നിനക്ക് നന്നാകാ സമയമായില്ലേ വാപ്പാ? നന്നാകാ സമയമായില്ലേ പെങ്ങള്? അതുകൊണ്ട് പടച്ച റബ്ബ് കാണുന്നുള്ള ബോധം നിന്റെ ജീവിതത്തിൽ കടന്നു വരട്ടെ. എല്ലാത്തിനും എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ഈ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് മുഴുവനും കണക്ക് പറയേണ്ട ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ വരാനിരിക്കുകയാ. അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ വഴിയ് എന്നെ പടച്ച അല്ല സർവ്വതം കണ്ടുകൊണ്ടിരിക്കുകയാ. അല്ല കാണുന്നുണ്ടെന്നുള്ള ബോധം വന്നാ നിനക്ക് പാപത്തിൽ നിന്ന് പിന്തിരിയാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 7 കാര്യങ്ങളിൽ മൂന്നാമത്തെ കാര്യമേതാ?
മൂന്നാമത്തെ കാര്യമേതാ? പാപങ്ങളിൽ നിന്ന് പിന്തിരിയാനുള്ള മൂന്നാമത്തെ വഴി എന്തെന്നറിയോ? ഏത് നിമിഷവും മരണം എന്നെ തേടി വരാ. പ്രായം വേണ്ട, രോഗം വേണ്ട, ഒന്നും വേണ്ട. പടച്ചവനെ, ഏതു സമയത്തും മരണം എന്നെ തേടി വരാ. അല്ലാഹുവേ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഈമാനോടുകൂടി മരിക്കണമെന്നാണ്. റബ്ബേ, ഈ പാപം ചെയ്തു കഴിഞ്ഞാ എന്റെ അവസാനം മോശമാകുമല്ലോ, എന്റെ അവസാനം മോശമായി പോകുമല്ലോ. ഈ ചിന്ത കടന്നു വന്ന ആർക്കാ ധൈര്യമുള്ളത്? ഈമാനില്ലാതെ ചത്തുപോകുമെന്ന് നിനക്ക് തോന്നിയാ കഴിയുമോടാ ചെറുപ്പക്കാരാ? എന്റെ പെങ്ങളോട് ചോദിക്കുകയാ, മോളെ, ഈമാനുള്ള ഒരു മരണം വേണം. ഈമാനില്ലാതെ മരിച്ചു പോകുമെന്ന് നിനക്ക് ഉറപ്പാണെങ്കിൽ ചെയ്യാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ആ ദുർമരണത്തെ കുറിച്ച് നീ ചിന്തിക്ക്. മുഖമെല്ലാം കറുത്തിട്ട്, കണ്ണ് തെള്ളിയിട്ട്, വായിലൂടെ പതയും നുരയും ഒലിപ്പിച്ച് മലമൂത്ര വിസർജനം നടത്തി മയ്യത്ത് കാണാൻ വരുന്നവൻ ഒരു വട്ടമേ നിന്റെ മുഖത്ത് നോക്കൂ. അങ്ങനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ കിടക്കുന്ന ഒരു മരണം ചിന്തിക്കാത്തതെന്തേ? എന്തേ അങ്ങനെ ഒരു മരണത്തെ കുറിച്ച് ഓർക്കാത്തത്? മരിക്കണ്ടവരാളെന്നുള്ള ചിന്ത ഒരാൾക്കുമില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല മരണമാണ് നമുക്ക് വേണ്ടത്. ആ നല്ല മരണം വെറുതെ കിട്ടില്ല. എന്തായാലും ഞാനും നിങ്ങളും എല്ലാവരും ഒരു ദിവസം മരിക്കുന്നവരാണ്. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. ഏത് നിമിഷം വേണമെങ്കിലും മരണം നമ്മളെ തേടി വരാ. അള്ള പറഞ്ഞു, എവിടെയെങ്കിലും കിടന്ന് ചത്താ പോരാ, എവിടെയെങ്കിലും കിടന്ന് ചത്തുപോയാ പോരാ. പിന്നെ എങ്ങനെ മരിക്കണമെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ, നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ, നിങ്ങൾ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവൂ, അല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. ഇത് അള്ളയാ പറഞ്ഞത്, ഇത് അള്ളാന്റെ ഖുർആനാ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല മരണം വെറുതെ കിട്ടില്ല. ഞാനൊരു മരണം പറഞ്ഞു തരട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, പടച്ചവനെ, പാലിനകത്ത് വെള്ളമൊഴിക്കാൻ പറഞ്ഞപ്പോ ഒരു പെൺകുട്ടി പറഞ്ഞു, ഉമ്മാ, ആര് കാണുന്നില്ലെങ്കിലും അല്ല കാണുന്നുണ്ട് ഉമ്മാ. ഉമർ തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. തന്റെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോ ഉമർ തങ്ങൾ ഒരാളെ ആ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു, ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാൻ. ആ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ ആ പെണ്ണ് ഒരു യതീമാ. ആ കുടുംബം പറ്റിച്ച് ജീവിക്കുന്ന കുടുംബമല്ല. അവരാകെ ആ വീട്ടിലുള്ളത് ഒരു ഒട്ടകമാണ്. ആ ഒട്ടകത്തിന്റെ പാല് കറന്നു വിറ്റിട്ടാണ് അവര് ജീവിക്കുന്നത്. എന്നാൽ പാലില്ലാത്തത് കാരണം ദിവസങ്ങളായിട്ട് ആ വീട് പട്ടിണിയിലാണ്. ഈ കുടുംബത്തെ കുറിച്ച് ഉമർ തങ്ങളോട് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് വന്നിട്ട് തന്റെ പൊന്നാര മക്കളെ വിളിക്കുകയാ. ആൺമക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, വാപ്പ ഒരു പെണ്ണിനെ കണ്ടടാ. പണമില്ല, വലിയ കുടുംബ മഹിമയൊന്നുമില്ല, പക്ഷേ പടച്ച റബ്ബിനെ പേടിയുള്ള ഒരു പെണ്ണാണ്. അതുകൊണ്ട് മക്കളെ, നിങ്ങളിൽ ആരാ കല്യാണം കഴിക്കുന്നത്? ആ സമയത്താണ് ഒരു മകൻ പറഞ്ഞു, ഞാൻ കെട്ടാം വാപ്പാ, എനിക്ക് പണമല്ല വേണ്ടത്, സൗന്ദര്യമല്ല വേണ്ടത്, ദീനുള്ള പെണ്ണ്, അള്ളാനെ പേടിയുള്ള വളയാ എനിക്ക് വേണ്ടത്. അങ്ങനെ കല്യാണം കഴിച്ചു. പടച്ചവനെ, ആ കുടുംബ പരമ്പരയിൽ നിന്ന് ജനിച്ച മകനാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കുകയാ. ഒരു നല്ല മരണം ഞാൻ പറഞ്ഞു തരാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ സമയമെടുത്തപ്പോ തന്റെ ഭാര്യ വിളിക്കുന്നു, വാ ഫാത്തിമ,
ഫാത്തിമ എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട പ്രിയതമയെ അടുത്തേക്ക് വിളിക്കുകയാണ്. വസിയത്തുകൾ ചെയ്തു, ഉപദേശങ്ങൾ കൊടുത്തു, യാത്ര പറഞ്ഞു, പൊരുത്തം ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്കൂ ഫാത്തിമ, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ ഫാത്തിമ. ഭാര്യ ചോദിക്കുന്നു, ഞാൻ ഇവിടെ നിൽക്കേണ്ട സമയമല്ലേ, നിങ്ങളുടെ മരണമെടുത്ത സമയമാണ്, ഈ സമയത്തല്ലേ ഒരു ഭാര്യ അടുത്ത് നിൽക്കേണ്ടത്, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഫാത്തിമ മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ, എന്നെ കൊണ്ടുപോകാൻ അതിഥികൾ വരുന്നു ഫാത്തിമ, വാതിലടച്ചിട്ട് പുറത്തിറങ്ങു ഫാത്തിമ. ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ അവിടെ നിന്ന് വാതിലടച്ച് പുറത്തിറങ്ങുകയാണ്. റൂമിന്റെ പുറത്ത് നിന്നിട്ട് സമാധാനമില്ല, ഭർത്താവിന്റെ അനക്കമില്ല. ഭർത്താവിനെ കാണാൻ ആരാണ് വരുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ റൂമിനകത്തേക്ക് ഫാത്തിമ ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാ, അസ്സലാമു അലൈക യാ അസ്റായീൽ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ, അസ്റായീൽ എന്ന് പറയുന്ന മലക്കിനോട് സലാം പറയുകയാ. ഫാത്തിമ അത്ഭുതപ്പെടുകയാണ്. രണ്ടാമതും നോക്കുകയാണ്, തന്റെ ഭർത്താവ് എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഖുർആൻ ഓതുകയാ. അസ്റായീലിനോട് സലാം പറഞ്ഞിട്ട് ആ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാ. ഏതായത്താ ഓതിയതെന്നറിയോ? തിൽകദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്. ഈ ആയത്ത് അവിടുന്ന് പാരായണം ചെയ്യുകയാണ്. അവസാനം അവിടുന്ന് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശഹാദത്ത് കലിമ പറയുകയാണ്. പിന്നെ അനക്കമില്ല. ഭാര്യ വാതിൽ തുറന്നിട്ട് ഓടുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ചാരത്തേക്ക് ഭാര്യ ഓടിച്ചെല്ലുമ്പോ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കിടക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവാ. എന്തൊരു മരണമായിരുന്നെന്നറിയോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ മുഖം കണ്ടപ്പോ, പ്രകാശിക്കുന്ന മുഖം, പുഞ്ചിരിക്കുന്ന ചുണ്ടുകൾ, പടച്ചവനെ വല്ലാത്ത സുഗന്ധമായിരുന്നു. ജനാസ കുളിപ്പിച്ചവരും പൊതിഞ്ഞവരും ചുമന്നവരും നിസ്കരിക്കാൻ വന്നവരും ഖബറടക്കിയവരും അതാ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് ജനാസ ഖബറടക്കിയടോ. എന്നിട്ട് പള്ളിയുടെ മുറ്റത്ത് ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. അവര് മുഴുവനും പറഞ്ഞത് ഒരേ ഒരു വാക്കാ, അസ്റായീലിനോട് സലാം പറഞ്ഞു. ഖുർആനിലെ ആയത്ത് ഓതി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. പടച്ചവനെ മുഖത്തു വല്ലാത്ത പ്രകാശമായിരുന്നു, ശരീരത്തിനു വല്ലാത്ത സുഗന്ധമായിരുന്നു. എന്തൊരു മരണമാല്ലാ, എന്തൊരു മരണമാല്ലാ. എന്നിട്ടും എല്ലാവരും കൂടെ തിരിച്ചു പോവുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടില് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുമ്പിൽ ചെന്നിട്ട് അവിടെന്ന് വിളിക്കുന്നു, ഫാത്തിമ നീ സങ്കടത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം ഫാത്തിമ, നിന്റെ ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്ന് ഞങ്ങൾക്കറിയാം ഫാത്തിമ, നീ ഇരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം ഫാത്തിമ. ഞങ്ങൾ വേദനിപ്പിക്കാമെന്നതല്ല, നിന്നെ സങ്കടപ്പെടുത്താമെന്നതല്ല, ഞങ്ങൾക്ക് ഒരേ ഒരു കാര്യം അറിയണം ഫാത്തിമ, ഇതുപോലെ ഒരു മരണം ഞങ്ങൾക്കും വേണം ഫാത്തിമ. അതുകൊണ്ട് നിന്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു മരണം കിട്ടാൻ നിന്റെ ഭർത്താവ് ചെയ്ത നന്മ എന്തേ ഫാത്തിമ, ഒന്ന് പറഞ്ഞു തരുമോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറഞ്ഞതെന്തെന്നറിയോ? മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സരിൽ ലിന്നാസി സ്വലാതൻ വലാ സിയാമാ. എന്റെ ഭർത്താവിന് ഒരു നല്ല മരണം കിട്ടാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ലാകിൻ വല്ലാഹി
വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എന്റെ ഭർത്താവിനെ പോലെ പടച്ച റബ്ബിനെ പേടിച്ച് നടന്ന ഒരു മനുഷ്യന് എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിന് അല്ലാഹുവിനെ അത്രയും പേടിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടപ്പറയിലിരിക്കുമ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് ഞാൻ അല്ലാഹ് എന്നൊന്നു പറഞ്ഞു. എന്റെ ഭർത്താവ് കരയുകയാ. നരകം പറഞ്ഞപ്പോഴല്ല, മരണം പറഞ്ഞപ്പോഴല്ല, ഖബർ പറഞ്ഞപ്പോഴല്ല, സിറാത്ത് പറഞ്ഞപ്പോഴല്ല, മീസാൻ പറഞ്ഞപ്പോഴല്ല, നരകത്തിന്റെ ഭയാനകമായ ശിക്ഷ പറഞ്ഞപ്പോഴല്ല, അല്ലാഹ് എന്നൊന്നു പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയുകയാ. ഹത്താ യുസ്ബിഹ, വെളുപ്പാങ്കാലം വരെ, സുബഹി വരെ എന്റെ ഭർത്താവിരുന്ന് കരഞ്ഞു എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളയും അത് തന്നെയാ പറഞ്ഞത്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലതു ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അള്ളയും ഇത് തന്നെയാ പറഞ്ഞത്. ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ മുമ്പിൽ അല്ലാഹ് എന്നൊന്ന് പറഞ്ഞ പേടിയാടോ, കൈകാല് വിറയ്ക്കുകയാ, കണ്ടറ നിറയുകയാ, ജീവിതത്തിലെ പിഴവോർമ്മ വരികയാ. അല്ലാഹുവിലേക്ക് അവന് പശ്ചാത്തപിച്ചു മടങ്ങുമെന്ന് ഖുർആൻ പറയുമ്പോ ഇതുപോലെ ആയിരക്കണക്കിന് ചരിത്രങ്ങൾ എനിക്കും നിങ്ങൾക്കും അറിയുന്നവരാ. ഒരു നല്ല മരണം വെറുതെ കിട്ടൂല. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചാ, അല്ലാഹു പറയുന്നത് പോലെ അനുസരിച്ചാൽ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തരുന്ന ഒരു മരണമായാ നിങ്ങൾക്ക് പറഞ്ഞത്. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചാൽ, റബ്ബ് പറയുന്നത് പോലെ അനുസരിച്ച് ജീവിച്ചാ, ഷഹാദത്ത് കലിമ പറഞ്ഞു തരാൻ പോലും നിന്റെ കുടുംബക്കാര് വേണ്ട. അല്ലാഹുവിന്റെ മലക്കുകൾ വരും നിനക്ക് പറഞ്ഞു തരാൻ, അല്ലാഹുവിന്റെ മലക്കുകൾ വരും നിന്നെ സമാധാനിപ്പിക്കാൻ. അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുവിന്റെ മലക്കുകളെ സ്വാഗതം പറയുന്ന ഒരു മരണം. അല്ലാഹുവേ, ഒരു നല്ല മരണം തരണേ അല്ലാഹ്. പടച്ചവനെ, ശഹീദിന്റെ കൂലി കെട്ടുന്ന മരണം തരണേ തമ്പുരാന്. എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിക്ക് വേണ്ടിയാണ് ചാമക്കാലയുടെ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും വേണ്ടിയല്ല, അല്ലാഹുവിന് പള്ളി പണിയാനാണ്, ഇബാദത്ത് ചെയ്യാനൊരു പള്ളിക്കാണ്. സംഘാടകർ ബക്കറ്റുമായി ഇതിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ഉറക്കം നടിക്കണ്ട, കാണാത്തവനെ പോലെ ഇരിക്കണ്ട, ഒരു മടിയും കാണിക്കണ്ട. നീ പൈസ കൊടുക്കുന്നത് കൊണ്ട് നിനക്കാണ് നേട്ടമുള്ളത്. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കൊടുക്കുന്നത് കൊണ്ട് നേട്ടം നിനക്കേ ഉള്ളൂ, നഷ്ടമൊന്നുമില്ല. നിനക്ക് വരാനിരിക്കുന്ന ദുരന്തങ്ങൾ, അപകടങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെ മംഗലാപുരത്തേക്ക് പോകുമ്പോ റോഡ് സൈഡിൽ ഒരു വണ്ടി കിടക്കുന്നു മഞ്ചേശ്വരത്ത്. 3 പേരെ ആംബുലൻസ് ഇടിച്ചിട്ട് മരണപ്പെട്ടു പോയത്. എന്റെ പ്രിയപ്പെട്ടവർ, ഇതുപോലെ എത്രയോ മരണങ്ങൾ നമ്മൾ കാണുന്നവരാ. പ്രായമില്ലാതെ ചെറുതും വലുതുമായി എത്രയോ മരണങ്ങൾ കാണുന്നു, അപകടങ്ങൾ കാണുന്നു. കാസർഗോഡ് മുതൽ ചാമക്കാല വരെ വരുന്നതിന്റെ ഇടയിൽ എത്ര ആക്സിഡന്റ് കണ്ടു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സദക്ക കൊടുക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന നേട്ടം, നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ, നമുക്ക് വരാനിരിക്കുന്ന രോഗങ്ങൾ, ദുരന്തങ്ങൾ. എല്ലാരും പറയുന്നു, ഉസ്താദേ, എന്തെല്ലാം മരുന്ന് കഴിച്ചു രോഗം മാറുന്നില്ല, എന്തെല്ലാം മരുന്ന് കഴിച്ചു, ഏതെല്ലാം ഡോക്ടർമാരെ കാണിച്ചു, മരുന്ന് അടിച്ചു കഴിച്ചു, മാറുന്നില്ല. അള്ളാഹു പറഞ്ഞു മരുന്ന്, നബിതങ്ങൾ പറഞ്ഞു തരുന്നു മരുന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് രോഗത്തിനും ശിഫയുള്ള മരുന്നുണ്ട്. ഏത് രോഗത്തെയും മാറ്റാൻ ഓരോ ഡോക്ടർമാരെ പോയി കാണുമ്പോഴും 100ഉം 150ഉം കൊടുത്തിട്ടല്ലേ കാണുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത്രയും നീ കൊടുക്കണ്ട.
നിന്റെ കയ്യിലുള്ളത് നീ കൊടുക്ക്. അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അവർക്ക് രോഗം വന്നാൽ അവര് ചികിത്സിക്കുന്നത് സദക്ക കൊടുത്തിട്ടാ. നീ അങ്ങനല്ലേ? അറ്റാക്ക് വന്നു, അപകടം വന്നു, പൊക്കിയെടുത്തുകൊണ്ട് തൃശ്ശൂർ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഐശ്വര്യകത്ത് കിടക്കുന്നു, സർജറി ചെയ്യണം. പള്ളിയിലെ ഖത്തീബിന്റെ കയ്യിൽ കൊടുക്കൂല പൈസ, ഉസ്താദെ ദുആ ചെയ്യണം പാപ്പ രക്ഷപ്പെടാൻ. ക്യാൻസറിന്റെ ടെസ്റ്റിന് അയച്ചാൽ പെങ്ങളെ സദക്ക കൊടുക്കാറില്ല നീ ദുആ ചെയ്യാൻ. അപ്പൊ നിനക്കറിയാം സദക്ക കൊടുത്താൽ രക്ഷപ്പെടും. അതുകൊണ്ട് അൽഹംദുലില്ലാ, ഇത് ആർക്കും വേണ്ടിയല്ല, അള്ളാഹുവിന് വേണ്ടിയാ. ഈ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. എല്ലാവരും അവരവരുടെ കയ്യിലുള്ളതിൽ ഒരു നല്ലതെടുക്ക്. ഉറങ്ങല്ലേ, അഭിനയിക്കല്ലേ, അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയാ. ഇതൊരു പരീക്ഷണമാ, നീ കൊടുക്കുമോ ഇല്ലയോ എന്ന് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ആരെല്ലാം സദക്ക കൊടുക്കുന്നുണ്ടോ അവരുടെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹുവേ, നല്ല മരണം കൊടുക്കണേ അല്ലാ, നല്ല മരണം കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദര, എന്ത് കാര്യം ചെയ്യുമ്പോഴും നീ പര്യവസാനം സൂക്ഷിക്കണം. അത് എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും നീ പര്യവസാനത്തെ കുറിച്ച് ചിന്തിക്ക്, നിന്റെ മരണത്തെ കുറിച്ച് ചിന്തിക്ക്. അല്ല, ഞാനിത് ചെയ്ത എനിക്ക് നല്ല മരണമാണോ മോശമായ മരണമാണോ? അല്ല, ഞാൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്ന് എന്നെ സമാധാനിപ്പിച്ച് എനിക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തന്ന് അള്ളാഹുവേ എനിക്ക് സ്വർഗം കാണിച്ചു തന്നിട്ട് എന്നെ കൊണ്ട് സന്തോഷിപ്പിക്കുന്ന രീതിയിൽ അവരെന്നെ മരിപ്പിക്കുമോ? അല്ല, പടച്ചവനെ, എന്റെ മരണം മോശമാണോ? ഈ ഒരു ചിന്ത നിനക്ക് കടന്നു വന്നാൽ തെറ്റ് ചെയ്യാതെ നിനക്ക് മടങ്ങാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പലരും പടച്ചവൻ എത്ര പറഞ്ഞാലും മാറ്റമില്ല. ചില ആൾക്കാരോട് ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം അവരങ്ങനെ ആയിപ്പോയി. ചില ആൾക്കാർ പറയും, ഉസ്താദ് എത്ര വഅദ് കേട്ടിട്ടും ഞങ്ങൾക്ക് മാറ്റമൊന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്. ചിലരോട് എന്തെല്ലാം പറഞ്ഞാലും അവര് നന്നാകില്ല. ഉസ്താദ്, നിങ്ങളൊക്കെ ഇനി എത്ര വഅദ് പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെയാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു കൊടുക്കുന്ന മരണം എങ്ങനെയാണെന്നറിയോ? നിങ്ങളൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെ ഉസ്താദ്, ഒരു മാറ്റം ഉണ്ടാവില്ല. നന്നാകാനായിരുന്നെങ്കിൽ എത്രയോ പേര് വഅദ് പറഞ്ഞപ്പോ നന്നായനെ. ഞങ്ങൾ ഇങ്ങനെ തന്നെ, പിന്നെന്തിനാ വഅദ് കേൾക്കാൻ വന്നേ? അത് ഉമ്മായും ബാപ്പായും വിളിച്ചതുകൊണ്ട് വന്നു, അത്ര തന്നെ. എല്ലാരും പോയി അതുകൊണ്ട് വന്നു. എന്തെല്ലാം പറഞ്ഞാലും നന്നാകാത്തവരുണ്ടല്ലോ, അഹങ്കാരികൾ, ധിക്കാരികൾ. അവരുടെ മരണം എങ്ങനെയാണെന്നറിയോ? നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, അല്ലെങ്കിൽ നീ മരിക്കാൻ കിടക്കുകയാ. എല്ലാരും അടുത്തു വന്നിരുന്നിട്ട് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറ വാപ്പ, പറ ഉമ്മ, ഇത് പറഞ്ഞാൽ സ്വർഗം കിട്ടും ഉമ്മ എന്ന് കള്ളു കുടിച്ചും വ്യഭിചരിച്ചും അള്ളാഹുവിനെ ധിക്കരിച്ചും നടന്ന ഒരു മനുഷ്യൻ, അള്ളാഹുവിനെ മറന്നു നടക്കുന്ന ഒരു മനുഷ്യൻ, ധിക്കാരികളെ പോലെ നടക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആരെങ്കിലും അടുത്തുപോയിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവരുടെ മറുപടി എന്തായിരിക്കുമെന്നറിയുമോ? വശഹിദൂ അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞോ. അർത്ഥം അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ആമീൻ പറയാത്ത. അല്ലാഹു കാക്കുമാറാകട്ടെ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോ നിന്റെ നാവ് കൊണ്ട് തന്നെ നീ പറയും. മരണമൊഴിക്ക് വിലയുണ്ടെന്ന് ആദ്യം പറഞ്ഞത് ഖുർആനാ. അല്ലാഹു പറയാ, നിന്റെ നാവ് കൊണ്ട് തന്നെ നീ പറയും, ഞാൻ മരിക്കുന്നത് ഈമാനില്ലാതെയാണ് ഞാൻ മരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടേ മരിക്കൂ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പറയും സഹോദരി, നീ തലമറയ്ക്കാൻ മടിച്ച് അഹങ്കാരികളെ പോലെ, ധിക്കാരിയെ പോലെ, അല്ല കണ്ട എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട്, എനിക്ക് രാജ്യത്ത് എന്തിനും സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന സഹോദരി, നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പറയും, ഞാൻ മരിക്കുന്നത് ഈമാനില്ലാതെയാ, ഞാനൊരു കാഫിറിനെ പോലെയാണ് മരിച്ചു പോകുന്നത് എന്ന് നിന്റെ നാവ് കൊണ്ട് നീ വിളിച്ചു പറഞ്ഞിട്ട് മരിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പാപം മുഴുവനും നമുക്ക് കഴുകണം. നമ്മുടെ എല്ലാ പാപങ്ങളും കഴുകണം. എല്ലാ പാപങ്ങളും ഇവിടെ കഴുകിക്കളഞ്ഞിട്ട് വേണം നമുക്ക് പിരിയാൻ എന്ന് ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ വന്നുപോയ എല്ലാ തെറ്റുകളും അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് ഏറ്റു
ഏറ്റുപറഞ്ഞു ദുആ ചെയ്തു പിരിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പാപം പൊറുക്കാനുള്ള വഴി എന്താണ്? പടച്ചവനെ, ഹജ്ജ് ചെയ്താ പാപം പൊറുക്കുമല്ലോ, ഹജറുൽ അസ്വദ് മുത്തിയാ പാപം പൊറുക്കുമല്ലോ. പടച്ചവനെ, പാപം പൊറുക്കാനുള്ള 6 വഴികൾ നിബിധങ്ങൾ പഠിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതിലെ ഒന്നാമത്തെ നന്മ എന്തെന്നറിയോ? ഒരു തെറ്റ് ചെയ്താ നീ അതിന്റെ പുറകിൽ ഒരു നന്മ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഒരു തെറ്റ് ചെയ്താ ആ തെറ്റിന്റെ പുറകിൽ നീ ഒരു നന്മ ചെയ്യണേ. ആ നന്മയാ തെറ്റിനെ മായിച്ച് കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ സ്വഹാബി ചോദിച്ചു, നബിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് പറഞ്ഞാ മതിയോ നബിയേ? ഇത് മതിയാകുമോ നബിയേ? എന്റെ പ്രിയപ്പെട്ടവരെ, എളുപ്പത്തിൽ പാപം പൊറുക്കാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? പറഞ്ഞോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉഹദ് മലമോളം വലിപ്പമുള്ള തിന്മ നീ ചെയ്തു വെച്ചിരിക്കുകയാണ്. അതിന്റെ മുകളിലേക്ക് ഈ തൗഹീദിന്റെ വാചകമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എടുത്തു വെച്ചാ അത് മുഴുവനും നന്മയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പാപം പൊറുക്കാനുള്ള എളുപ്പവഴി പറഞ്ഞോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ ഈ പറയുന്ന ദിക്റിന്റെ മഹത്വം എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ്. പെങ്ങളെ, ഇപ്പോഴും കയ്യിൽ തസ്ബീഹ് ഇട്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവളല്ലേ, നിനക്കതിന്റെ അർത്ഥമറിയോ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയേണ്ടതുപോലെ പറഞ്ഞ അവന് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മതി സ്വർഗത്തിന് പോകാൻ. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടതുപോലെ അതിന്റെ അർത്ഥം മനസ്സിലാക്കി പറയാൻ കഴിഞ്ഞാൽ അവന് സ്വർഗമുണ്ടെന്നാണ്. പക്ഷേ നമുക്കറിയില്ലടോ, മരിച്ച വീട്ടിൽ 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമല്ലോ. എങ്ങനെയെങ്കിലും ഒന്ന് 70,000 തികച്ചാ മതി. പറയുന്നവൻ അതിനർത്ഥമില്ല, ചുമ്മാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹോദരാ, നിനക്കാ ദിക്റിന്റെ മഹത്വം അറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ നന്മതിന്മകൾ തൂക്കുന്ന ത്രാസാണ് മീസാൻ. ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് സ്വഹാബത്തിനോട് നബി തങ്ങൾ പറയുമ്പോ അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ആ ത്രാസിന്റെ വലുപ്പം അറിയുമോ സ്വഹാബ? അള്ളാന്റെ റസൂല് പറഞ്ഞു, സ്വഹാബ, ആ മീസാൻ എന്ന് പറയുന്ന ത്രാസില് ഭൂമിയും ആകാശവും വരെ വെച്ച് തൂക്കാൻ പറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഭൂമിയും ആകാശവും വരെ ആ ത്രാസിനകത്ത് വെച്ച് തൂക്കാൻ പറ്റുമെങ്കിൽ സുബ്ഹാനല്ലാഹ്, അതിന്റെ വലുപ്പമൊന്ന് ചിന്തിക്കടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് ഇത് പറഞ്ഞു കൊടുക്കുമ്പോ നിബിതങ്ങളുടെ മുമ്പിലിരുന്ന് സ്വഹാബികൾ കരയുകയാ. യാ റസൂലല്ലാഹ്, ആകാശവും ഭൂമിയും വരെ വെച്ച് തൂക്കാൻ വലിപ്പമുള്ള ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ ഞങ്ങൾ ചെയ്ത നന്മ കൊണ്ട് വെച്ചാ പടച്ചവനെ, കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കോരിയെടുക്കുന്നത് പോലെ ഒന്നും കാണില്ലല്ലോ നബിയേ. എങ്ങനെയാ ഞങ്ങളത് നിറയ്ക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, സ്വഹാബ, ആ മീസാൻ നിറയുന്ന ഒരു ദിക്ർ പറഞ്ഞു
തരട്ടെ സഹാബ. ആ മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കാൻ പറ്റുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെ. ബലാ യാ റസൂലല്ലാഹ്. എന്താണ് നബിയേ? സ്വഹാബ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് മീസാനിനെ നിറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ദിക്ർ സാധാരണ ഒരു ദിക്റല്ല. അത് മീസാൻ നിറയ്ക്കുന്നതാണ്, അത് സ്വർഗം വാങ്ങിത്തരുന്നതാണ്, അത് പാപങ്ങൾ പൊറുപ്പിക്കുന്നതാണ്, അല്ലാഹുവിന്റെ സ്നേഹത്തെ നേടിയെടുക്കാൻ കഴിയുന്ന ദിക്റാണ്. പടച്ചവനെ, ആ ദിക്റിനെ സ്നേഹിക്കണേ, അത് പറയണേ, അതുമായിട്ടൊരു ബന്ധമുണ്ടാക്കണേ. അതുമായിട്ടൊരു ബന്ധമുണ്ടായ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അവസാനത്തെ വാക്ക് തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ അവസാനമായിട്ട് അവന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന പ്രതിഫലം സ്വർഗമുണ്ടെന്നല്ല, സ്വർഗമുണ്ടെന്നല്ല, അവൻ അല്ലാഹുവിന്റെ സ്വർഗത്തിനകത്ത് കയറിക്കഴിഞ്ഞു എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷം എന്താണ്? മരിക്കുന്ന സമയത്ത് ഇത് പറയണമെന്നല്ലേ? നിന്റെ നാവ് പൊങ്ങണ്ടേ, നിന്റെ നാവ് കൊണ്ട് പറയണ്ടേ? എളുപ്പമുള്ള കാര്യമോ? അല്ലാഹുവിന്റെ പ്രവാചകന് പാതിരാത്രിയിൽ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് പടച്ചവരോട് ദുആ ചെയ്തത്, നാഥാ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാഹ്, എന്നിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. അല്ലാഹു കരുണ ചെയ്തവർക്ക് മാത്രമേ, എത്ര വലിയ നന്മ ചെയ്ത കൊലകൊമ്പനാണെങ്കിലും അവന് മരിക്കുന്ന സമയത്ത് ശഹാദത്ത് കലിമ പറയാൻ അവന്റെ നാവ് പൊങ്ങണോ? അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ലെന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരു നല്ല മരണം കൊതിക്കുന്നവര്, എന്ത് നന്മയാ നിന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്? എന്ത് നന്മയാ ബാപ്പാ? 50 കൊല്ലം ഈ ദുനിയാവിൽ ജീവിച്ച നീ, നിനക്ക് സ്വർഗം കിട്ടാ, നിനക്കൊരു നല്ല മരണം കിട്ടാ. എന്ത് നന്മയാ നിന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്? എല്ലാവർക്കും നല്ല മരണമാ വേണ്ടത്. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരേ ഒരു നന്മയെങ്കിലും ചെയ്തു വെച്ചോ. എപ്പോ വേണമെങ്കിലും മരണം നമ്മളെ തേടി വരാം. നിനക്കെന്ന് പറയാൻ എന്തെങ്കിലും ഒരു നന്മ കരുതി വെക്കണേ. വെറുതെ അല്ലാഹുവിന്റെ സ്വർഗം കിട്ടൂല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു പാവപ്പെട്ടവൻ വന്ന് കൈനീട്ടുന്നു, യാ റസൂലല്ലാഹ്, എന്തെങ്കിലും ഒന്ന് സഹായിക്കണം നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വരുമ്പോ പ്രവാചകൻ ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ആയിഷ ബീവിയുടെ വീടിനകത്ത് ഒന്നുമില്ല, കൊടുക്കാനൊന്നുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത പ്രയാസമായി. നബി തങ്ങൾ പറഞ്ഞ, അബൂബക്കറിന്റെ വീട്ടിലേക്ക് പോ. എന്റെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലേക്ക് നബി തങ്ങൾ പറഞ്ഞു വിട്ടു. ആ പാവപ്പെട്ടവനായ മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ വീട്ടിലേക്ക് കടന്നു ചെന്നു. അവിടുന്ന് സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിട്ടതാണ്, പടച്ചവനെ, അബൂബക്കർ തങ്ങൾക്കറിയാ കൊടുക്കാനൊന്നുമില്ലെന്ന്. എന്തെങ്കിലും ഉണ്ടോ എന്ന് തന്റെ വീടിനകത്ത് തെരഞ്ഞു നോക്കുകയാണ്. പടച്ചവനെ, ഒന്നുമില്ല. ആ മനുഷ്യനോട് ഒന്നുമില്ല എന്ന് പറയാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അബൂബക്കറെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, നിന്റെ വീട്ടിൽ വന്ന നീ വെറും കയ്യോടെ മടക്കില്ല എന്നാ. എനിക്കൊന്നുമില്ല അബൂബക്കറെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ആ പാവപ്പെട്ടവന് കൊടുക്കാനൊന്നുമില്ല. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ഹദിയ കൊടുക്കുകയാണ്. ആ മനുഷ്യൻ അവിടുന്ന് പോയി. നിസ്കാരത്തിന്റെ സമയമായി. അല്ലാഹുവിന്റെ പ്രവാചകം നോക്കുമ്പോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ പള്ളിയിൽ കാണുന്നില്ല. പ്രവാചകൻ അവിടുന്ന് സ്വഹാബത്തിനോട് ചോദിച്ചു, അബൂബക്കർ വന്നില്ലേ? വന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അബൂ തൽഹ എന്ന് പറയുന്ന സ്വഹാബിയെ വിളിച്ചിട്ട് പറയുക,
ഉറങ്ങുകയാണ്. അബൂബക്കറിന് എന്തെങ്കിലും സുഖമില്ലാതെ കിടക്കുകയാണോ? എന്റെ അബൂബക്കറിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ചെന്ന് തിരക്കിയിട്ട് വരാൻ നബി തങ്ങൾ പറഞ്ഞു വിടുകയാണ്. അള്ളാന്റെ റസൂൽ മസ്ജിദ് നബവിയുടെ മുമ്പിലിരിക്കുമ്പോ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അബൂബക്കറിന് രോഗമൊന്നുമില്ല നബിയേ. പള്ളിയിൽ വരാത്തതിന്റെ കാരണം എന്തെന്നറിയോ? അങ്ങ് പറഞ്ഞു വിട്ട തന്റെ വീടിന്റെ മുറ്റത്തേക്ക് വന്ന പാവപ്പെട്ടവനായ മനുഷ്യന് കൊടുക്കാനൊന്നുമില്ലാതെ തന്റെ ശരീരത്ത് കിടന്ന വസ്ത്രം ഊരിക്കൊടുത്തിട്ട് ഇടാൻ തുണിയില്ലാതെ അബൂബക്കർ തങ്ങൾ വീടിനകത്തിരുന്ന് കരയുകയാ. അള്ളാന്റെ റസൂൽ ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് ആയിഷ. വീട് മുഴുവനും തെരഞ്ഞു നോക്കി അവസാനം ഒരു പടയങ്കി പോലെയുള്ള ഒരു തുണി കിട്ടി. അവനെ അതെടുത്തുകൊണ്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ കീറി പറഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നബി തങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ അള്ളാന്റെ മലക്കുകൾ പോലും കരഞ്ഞു പോയടോ. ഈ അബൂബക്കർ കിടക്കുന്ന സ്വർഗമാണ് ചാമക്കാലയുടെ പരിസരത്തുള്ള എന്റെ ഉപ്പമാരെ ഉമ്മമാരെ, ഞാനും നിങ്ങളും ചോദിക്കുന്നത് എന്ത് നന്മ ചെയ്തു വെച്ചിട്ടാ മരിച്ച് ഈ കാണുന്ന പള്ളിയുടെ പറമ്പിലേക്ക് നിന്നെ കൊണ്ടുപോകുമ്പോ വീട് കൊണ്ടുപോകാറില്ല, കാറ് കൊണ്ടുപോകാറില്ല, സമ്പാദ്യം കൊണ്ടുപോകാറില്ല, വസ്തു കൊണ്ടുപോകാറില്ല, ബാങ്കിൽ കിടക്കുന്ന പണം കൊണ്ടുപോകാറില്ല, നീയൊക്കെ ഇട്ടിരിക്കുന്ന സ്വർണം മുഴുവനും മൂരിയെടുക്കും പെങ്ങള്. സാരിയോ ചുരിദാറോ മാക്സിയോ ഫർദയോ ഒന്നുമില്ല, വെള്ള തുണിയിൽ പൊതിയും ബാപ്പാ. ചാമക്കാരായിരെ ഏറ്റവും വലിയ കോടീശ്വരം മരിച്ചാലും അങ്ങനെ തന്നെയാ, ഏറ്റവും പാവപ്പെട്ടവൻ മരിച്ചാലും അങ്ങനെ തന്നെയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഇടിത്തീ വീഴുന്നത് പോലെ മരണം നമ്മളെ തേടി വരുമടോ. എല്ലാ സ്വപ്നങ്ങളെയും എല്ലാ പ്രതീക്ഷകളെയും എല്ലാം തകർത്തുകൊണ്ട് മരണം നമ്മുടെ മുമ്പിൽ ഏത് നിമിഷത്തിലാ വരുന്നതെന്നറിയില്ല. മരിക്കാൻ രോഗമൊന്നും വേണ്ട, ക്യാൻസറോ ട്യൂമറോ മാരകമായ ഒരു രോഗവും വേണ്ട, നിന്ന നിപ്പിന് വീണു മരിക്കുന്ന കാലമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരെണ്ണം ചെയ്തു വെച്ചോ വാപ്പാ. ഏത് നിമിഷം വേണമെങ്കിലും വരാം. അന്നും എന്റെ ഉമ്മ കരയുകയാണ്. എന്തിനാണ് എന്റെ ഉമ്മ കരഞ്ഞതെന്നറിയോ? എന്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടതിന്റെ മാസമാണ് ഈ മാസം. എന്റെ ഇക്ക മരിച്ച മാസമാണ്. ക്യാൻസർ ഇല്ല, ട്യൂമർ ഇല്ല, ഒരു മാരക രോഗവുമില്ലായിരുന്നു എന്റെ ഇക്കയ്ക്ക്. പടച്ചവനെ ആണ്ട് തികയുകയാണ്. ഉമ്മ ഇരുന്ന് കരയുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാ ഉമ്മ കരയുന്നത്? മോനെ, എന്റെ പൊന്നുമോനൊരു വീട് വെച്ചിട്ട് സ്വന്തമായിട്ടൊരു വീട് പണിതിട്ട് ഒരു രാത്രി പോലും എന്റെ പൊന്നുമോനതിനകത്ത് കിടന്നുറങ്ങാൻ പറ്റിയില്ലല്ലോ. വെറുതെ കിടക്കുന്ന സഹോദരാ, ഒന്നും കൊണ്ടുപോയില്ല. അള്ളാഹുവേ, മരണം അങ്ങനെയാണ്. ആ ക്യാൻസർ ഇല്ല, ട്യൂമർ ഇല്ല, കിഡ്നി രോഗമില്ല, ലിവർ രോഗമില്ല, ഒരു രോഗവുമില്ലാത്തവൻ, അസറിന് മുമ്പ് ഫോൺ വിളിച്ചിട്ട് വെച്ചവന് അസർ നമസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിൽ പിടഞ്ഞു വീഴുമ്പോ എന്റെ സഹോദരാ, മരണമെന്ന് പറഞ്ഞാൽ ഇതാണ്. സലീം ഉൾപ്പെടെ കാണാമെന്നു ചോദിച്ചു നോക്കടോ, മുഖത്തെന്തൊരു പ്രകാശമായിരുന്നെന്ന്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മരണം എപ്പോഴും നമ്മളെ തേടി വരാ. തുഅമ്മീലു ഫിദ്ദുനിയാ തവീലം വലാ തദ്രി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീലിൻ ആശ ദഹ്റൻ അലാ ദഹ്രി. രാവിലെ എഴുന്നേറ്റവൻ വൈകുന്നേരം തികയ്ക്കുന്നില്ല വാപ്പാ. കടന്നവൻ രാവിലെ എഴുന്നേക്കുന്നില്ല. നിന്ന നിപ്പിന് ജനങ്ങൾ വീണു മരിക്കുന്ന കാലമാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ചോ. മക്കളെ പ്രതീക്ഷിക്കണ്ട. ഉപ്പാന്റെ ഖബർ എവിടാണെന്നറിയാത്ത മക്കളുടെ കാലമാ. നാളെ വെള്ളിയാഴ്ച ജുമയ്ക്ക് പള്ളിയിൽ പോകുമ്പോ നോക്കിയേ, എത്ര പേരാ പോണ പള്ളിപ്പറമ്പില്. അതുകൊണ്ട് സഹോദരാ, നിനക്ക് വേണമെങ്കിൽ നീ ചെയ്തു വെക്ക്. അല്ല നിങ്ങൾക്ക് തന്ന ഒരു ചാൻസ്, പള്ളിക്കകത്തിരുന്ന് സ്വർഗത്തിൽ പോകാം.
അള്ളാഹുവിന്റെ പള്ളിക്കകത്തിരുന്ന് സ്വർഗത്തിൽ പോകാനുള്ള ഒരു അവസരം അള്ളാഹു നിങ്ങൾക്ക് തരികയാ. നിങ്ങളുടെ നാട്ടിലെ പള്ളി പൊളിച്ചിട്ട് ഒരു പുതിയ പള്ളി പണിതുകൊണ്ടിരിക്കുകയാ. സഹോദര, ഓരോരുത്തരും അവരെ കൊണ്ട് കഴിയുന്നത് കൊടുക്ക്. ആ പള്ളി കൊണ്ടുപോകും നിങ്ങളുടെ സ്വർഗത്തിൽ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാടെ പള്ളിക്ക് കൊടുക്കുന്നതിനേക്കാൾ വേറെ ഒന്നുമില്ലടോ. അള്ളാഹു സുജൂദ് ചെയ്യുന്ന ഒരു പള്ളി കെട്ടുന്നതിനേക്കാൾ വേറെ എന്ത് പുണ്യമാ ലോകത്ത്. അതുകൊണ്ട് അത്രയും നല്ല ഒരു ഭാഗ്യം ചെയ്യാൻ അള്ളാഹു നിങ്ങൾക്ക് അവസരം തരുന്നു. ഈ നാട്ടിലെ ഓരോ കുടുംബവും വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്. ഓരോ കുടുംബവും ഒരു മുസല്ലയ്ക്കുള്ള പൈസ കൊടുത്താൽ പോരെ, എന്തിനാ കൂടുതൽ കൊടുക്കണേ? ഓരോ മനുഷ്യനും ഈ പള്ളി കെട്ടിക്കൊടുക്കാൻ ഞാൻ പറയുന്നില്ല. ഒരാള് നിന്ന് നിസ്കരിക്കുന്ന സ്ഥലം, ഒരു മുസല്ലയുടെ സ്ഥലമെങ്കിലും ഇൻഷാ അല്ലാഹ് ഓരോ കുടുംബക്കാരും കൊടുത്താൽ തന്നെ അൽഹംദുലില്ലാഹ് നിങ്ങളുടെ പള്ളിയുടെ താഴത്തെ ഫ്ലോർ പണിതാനുള്ളത് കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കഅബാലയം പണിയാൻ പറഞ്ഞു. കഅബാലം പണിതിട്ട് അല്ലാഹ് പറഞ്ഞു, ആ കാണുന്ന മലയുടെ മുകളിൽ കയറി നിന്നിട്ട് വിളിക്കാൻ. ഇബ്രാഹിം നബി ചോദിച്ചു, ആര് കേൾക്കാനാ അല്ലാഹ്? വിളിയടാ ഇബ്രാഹിമേ, ഞാനല്ലേ കേൾപ്പിക്കുന്നേ. അള്ളാഹു ആ വിളി കേട്ടവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹുടെ പള്ളിക്ക് ഹറാമായ പണം വേണ്ട, പലിശക്കാരന്റെ പണം വേണ്ട, പിടിച്ചുപറിച്ചവന്റെ വേണ്ട, കള്ളത്തരങ്ങളിൽ ഉണ്ടാക്കി ഒരുത്തന്റെ 5 നയ്യാ പൈസ. അള്ളാഹു തയ്യിബ, അള്ളാഹ്ക്ക് നല്ലത് മതി. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല, നിനക്ക് രക്ഷപ്പെടാൻ നിനക്കൊറ്റ പ്രതിഫലമേ ഉള്ളൂ. അള്ളാഹ് നിനക്ക് സ്വർഗം തരും. ഖുർആൻ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ വെള്ളിയാഴ്ച രാവിലെ ഇവിടെ ഇരുന്നിട്ട് ഉസ്താദേ ഇൻഷാ അല്ലാഹ് പള്ളി മുഴുവനും കെട്ടിക്കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ലടോ. ഒരാള് നിസ്കരിക്കുന്ന ഒരു മുസല്ല, നിനക്കും നിന്റെ വാപ്പയ്ക്കും നിന്റെ ഉമ്മയ്ക്കും നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും ഒരു കുടുംബക്കാർക്ക് രക്ഷപ്പെടാൻ ഇൻഷാ അല്ലാഹ് ഉസ്താദേ ഈ പള്ളിയുടെ പണി തീരുന്നതിന് മുമ്പ് ഒരു മുസല്ലയുടെ പൈസ ഞാൻ തരാം. അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞു കൊടുക്കാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ചെറിയ ഒരു പനി വന്നാ തീരും. ഒരു പ്രസവത്തിന് പോണെങ്കിൽ തന്നെ 50,000 1 ലക്ഷം കൊടുക്കേണ്ട കാലമാ. പെങ്ങളെ, അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി നിന്റെ ശരീരത്ത് കിടക്കുന്ന ഒരു സ്വർണത്തിന്റെ വില. ഞാൻ നിന്നോട് 1 പവന്റെ സ്വർണം ചോദിച്ചില്ല. കൂടിപ്പോയാ 10,000 15,000 25,000 രൂപയ്ക്കകത്തേ വരത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഒരാൾ ഉസ്താദേ അൽഹംദുലില്ലാഹ് ആ പള്ളിയുടെ ഒരു മുസല്ല ഞാൻ തരാം ഉസ്താദേ, എനിക്ക് ആയുസുണ്ടെങ്കിൽ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പടച്ചവനെ, മനസ്സു കൊടുക്കുന്നത് നീയാ അല്ലാഹ്. പടച്ചവനെ, 20,000 25,000 രൂപ എടുക്കാനില്ലാത്തവരിവിടെ ഇല്ല റബ്ബേ. പക്ഷേ മനസ്സ് കൊടുക്കണം തമ്പുരാനെ. നീ ഇഷ്ടപ്പെട്ടവർക്കല്ലേ നിനക്ക് വേണ്ടി തരാൻ കഴിയൂ. അല്ലാഹുവേ, സലീമിന്റെ ഉപ്പയുടെ ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാഹ്. മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. ഉമ്മയ്ക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ആ സഹോദരന്റെ ജീവിത മാർഗത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഭാര്യയെയും ഭാര്യ കുടുംബക്കാരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പൊന്നുമക്കൾക്ക് നല്ല ഭാവിയും നല്ല ജീവിതവും കൊടുക്കണേ അല്ലാഹ്. കണ്ണിന് കുളിർമയുള്ള മക്കളാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ചു കൂടാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഈ സ്വതക്ക അതിനൊരു സബബാക്കണേ അല്ലാഹ്. ജാബിർ എന്ന് പറയുന്ന സഹോദരൻ, ഉസ്താദേ എത്രയോ പൈസ വെറുതെ കളയുന്നു, ഇതാണ് എന്റെ സമ്പാദ്യം, ഇതേ നാളെ എനിക്ക് ആഖിറത്തിൽ ഉപകാരപ്പെടൂ. പടച്ചവനെ, ഒരു മുസല്ലയുടെ സ്ഥലം, പടച്ചവനെ ഒരു മുസല്ലയുടെ പൈസ സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ, സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. പള്ളിക്കകത്തിരുന്ന് സ്വർഗത്തിൽ പോകുന്ന വിഭാഗത്തിൽ നീ പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, ഇവരാരെയും ഞാൻ പറഞ്ഞു നിർത്തിയതല്ല തമ്പുരാനെ, നീ മനസ്സ് കൊടുത്തതാണ് റബ്ബേ. ഉസ്താദേ, എനിക്കും എന്റെ ഭാര്യയ്ക്കും ഒരുമിച്ച് സ്വർഗത്തിൽ പോകണം തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, 2 മുസല്ലയുടെ പൈസ സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ, സ്വീകരിക്കണേ അല്ലാഹ്.
ഹുസൈൻ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ആ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാ. പടച്ചവനെ മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. പടച്ചവനെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും നീ കൊടുക്കല്ലേ അല്ലാ. ആദ്യമായിട്ട് എനിക്ക് സ്വർണം വാങ്ങിത്തന്നത് എന്റെ ഉപ്പയാ അല്ലാ. എന്റെ ഉമ്മയാണ് എന്നെ ഇടാൻ സഹായിച്ചത്. പടച്ചവനെ ആ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ തന്റെ ചെവിയിൽ കിടന്ന കമ്മല് നിന്റെ പള്ളിക്ക് വേണ്ടി ഊരിത്തന്നിരിക്കുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാ. നാളെ ജുമാ നമസ്കാരത്തിന് മുമ്പ് മരിച്ചുപോയവരുടെ ഖബറിന്റെ മുമ്പിൽ മലക്കുകൾ ചെന്നിട്ട് ഈ പൊന്നുമോള് ചെയ്ത നന്മ വിളിച്ചു പറയണേ അല്ലാ. സന്തോഷിപ്പിക്കണേ അല്ലാ. അവരുടെ പൊരുത്തം കൊടുക്കണേ അല്ലാ. റബ്ബേ ആ പൊന്നുപെങ്ങളുടെ മക്കളെയും ഇതുപോലെ മരിച്ച് ഖബറിനകത്ത് കിടക്കുമ്പോഴും നന്മ ചെയ്യുന്ന ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടണേ അല്ലാ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലെ മുഹയ്യിദ്ദീൻ എന്ന് പറയുന്ന സഹോദരൻ അല്ലാഹുവേ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണ് തമ്പുരാനെ. അല്ലാഹുവേ ഒരു മുസല്ലയുടെ പൈസ സദഖ ചെയ്യുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഗൗസുൽ അഅലമിന്റെ കാവല് കൊടുക്കണേ അല്ലാ. കണ്ണിന് കുളിർമയുള്ള സന്താനത്തെ കൊടുക്കണേ അല്ലാ. ഒരു ന്യൂനതയും വരുത്തല്ലേ അല്ലാ. സുഖപ്രസവം കൊടുക്കണേ അല്ലാ. പടച്ചവനെ എല്ലാവിധ ദുർമരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് ആ കുടുംബത്തെ നീ കാക്കണേ അല്ലാ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാ. എപ്പോഴും നമ്മുടെ വയലിന് കളിക്കാനൊക്കെ സലീമിന്റെ കൂടെ നടക്കുന്നതാ. എന്നിട്ട് പേരെന്ത്? തഹസീന. കല്യാണം കഴിച്ചോ? ഇല്ലല്ലോ. ചെറിയ ഓന് നീളം കുറവാ അൽഹംദുലില്ലാ. കണ്ടോ അവന്റെ മനസ്സ് നല്ലതാ. അവൻ സ്വന്തമായിട്ട് ജോലി പോലും ഇല്ല. ഉസ്താദെ 25,000 രൂപ ഞാൻ തരാം ഉസ്താദെ, അള്ളാന്റെ പള്ളിക്കല്ലേ. അള്ളാഹുവെ ആ പൊന്നുമോന്റെ നീ സദക്ക സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹ് അവന് നല്ല ഒരു ജോലി കൊടുക്കണേ തമ്പുരാനെ. നല്ല മകനാണ് റബ്ബേ. അവന്റെ മുഖത്ത് കാണുന്ന സന്തോഷം മരിച്ചു കിടക്കുമ്പോഴും നീ നിലനിർത്തണേ റഹ്മാനെ. അവന്റെ കുടുംബത്തിൽ മരിച്ചവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. നല്ല ഭാവിയും നല്ല ജീവിതവും കൊടുക്കണേ അല്ലാ. ആ പൊന്നുമോനെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. അവനുള്ള മനസ്സ്, അവനുണ്ടായ മനസ്സ് അള്ളാഹുവേ ഈ ഇരിക്കുന്ന പ്രായമുള്ളവർക്ക് നീ കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പടച്ചവനെ അള്ളാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ. ആരാണെന്ന് നിനക്കറിയാം, വീട് നിനക്കറിയാം, മനസ്സ് നിനക്കറിയാം. അല്ലാ നീയാണ് തെരഞ്ഞെടുത്തത്, ഞാനല്ല തമ്പുരാനെ, ഞാനല്ല തമ്പുരാനെ. പടച്ചവനെ പണമുള്ളവരിവിടെ മിണ്ടാതെ ഇരിക്കുമ്പോ ശരീരത്ത് കിടക്കുന്ന ഒരു മോതിരത്തിന്റെ പൈസയെ ഉള്ള റബ്ബേ, പക്ഷേ മനസ്സ് നീ കൊടുക്കാതെ പോയി തമ്പുരാന്. സ്വീകരിക്കണേ അല്ലാ. നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. പടച്ചവനെ സമതെന്ന് പറയുന്ന സഹോദരൻ ഉപ്പയും ഉമ്മയും പടച്ചവനെ അവരുടെ രോഗങ്ങളെ മാറാൻ മരണപ്പെട്ടു പോയ വല്യപ്പയുടെയും വല്യമ്മയുടെയും മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യാൻ റബ്ബേ അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. മാതാപിതാക്കളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ആ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാ. പടച്ചവനെ തന്റെ ഭർത്താവിന്റെ ജോലി ശരിയാകുവാൻ 3 പെൺമക്കളാണ്. ആ മക്കളെ സ്വാലിഹീങ്ങളാകാൻ കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാൻ പടച്ചവനെ സമ്പത്തുള്ളവര് മിണ്ടാതെ ഇരിക്കുമ്പോ 3 പെൺമക്കളുള്ള കടക്കാരിയായ ഒരു പാവപ്പെട്ടവൾ തന്റെ ചെവിയിൽ കിടന്ന് കമ്മലൂരി തന്നിരിക്കുന്നു റബ്ബേ.
കടക്കാരിയാക്കി മരിപ്പിക്കല്ലേ അല്ലാ, കടക്കാരിയാക്കി മരിപ്പിക്കല്ലേ അല്ലാ. ആ 3 പെൺമക്കളെയും സാലിഹീങ്ങളാക്കണേ അല്ലാ, സാലിഹത്തുകളാക്കണേ അല്ലാ. അവർക്ക് നല്ല ഭാവിയും നല്ല ജീവിതവും കൊടുക്കണേ അല്ലാ. നിന്റെ പള്ളിക്ക് വേണ്ടി തന്നവളാ, നീ കൈവിടല്ലേ അല്ലാ, നീ കൈവിടല്ലേ അല്ലാ. ഹാഷിം എന്ന് പറയുന്ന ഒരു സഹോദരൻ ലൈവിലൂടെ എവിടെയോ ഇരുന്ന് പ്രഭാഷണം കേൾക്കുന്നു. റബ്ബേ ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മാനു വേണ്ടി ദുആ ചെയ്യണം, ഒരു മുസല്ലയുടെ പൈസ നീ സ്വീകരിക്കണേ അല്ലാ. ഉമ്മാനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഹാഷിം ഉമ്മയുടെ പൊരുത്തം കൊടുക്കണേ അല്ലാ. ഉമ്മാന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം കൊടുക്കണേ അല്ലാ. ഹാഷിമിനെ നീ ഏറ്റെടുക്കണേ അല്ലാ. ജോലിയിലെ ബറക്കത്ത് നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അൽഹംദുലില്ലാഹ്. ഒരു സഹോദരൻ, പേര് പറയേണ്ട ഉസ്താദെ, ഒരു മുസല്ല 25,000 രൂപ കുലൂത്ത് കുബീർ. റഹ്മുറഹീമായ പടച്ചവനെ, കരുണക്കടലായ അല്ലാ, പാവപ്പെട്ടവനെ അല്ലാ, പടച്ചവനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവനെ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ തമ്പുരാനെ. ഈമാനുള്ള മരണം കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ, കുടുംബസമേതം സ്വർഗത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാ. ഒരു സ്വർണ്ണമോതിരം സല്ലല്ലാഹു അലാ മുഹമ്മദ് റബ്ബേ. അല്ലാഹുവേ, ഇത്രയും പെണ്ണുങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ എത്രയോ കോടീശ്വരന്മാരനങ്ങാതെ ഇരിക്കുമ്പോ അല്ലാഹുവേ, തന്റെ കയ്യിൽ കിടന്ന ഒരു സ്വർണ്ണമോതിരം ഊരി തന്നിരിക്കുന്ന തമ്പുരാന് സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഈ സ്വർണം കടന്ന ശരീരത്തെ അറുത്തു മുറിക്കല്ലേ അല്ലാ. കണ്ണുനീര് കുടിപ്പിക്കല്ല അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. നരകം ഹറാമാക്കണേ അല്ലാ. സ്വർഗം ബുജൂബാക്കണേ റബ്ബേ. അൽഹംദുലില്ലാ. ഒരു സഹോദരൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖബറിലാണ്. അല്ലാഹുവേ റഹീമുക, അല്ലേ കരീമുക, തന്റെ ഭാര്യ ഖബറിലാണ്. ആ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു 200 കല്ല് അല്ലാഹുവേ നീ കബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ, തന്റെ ഭാര്യയുടെ മണ്ണറ നീ മണിയറയാക്കണേ പടച്ചവനെ. പെരുന്നാളിന്റെ സന്തോഷം കൊടുക്കണേ അല്ലാ. എന്റെ ഭർത്താവ് എന്നെ മറന്നില്ലല്ലോ, ഖബറിനകത്ത് കിടന്ന് സന്തോഷിക്കണേ അല്ലാ. കാലിന്റെ ഭാഗത്ത് സ്വർഗത്തിന്റെ കവാടം നീ തുറന്നു കൊടുക്കണേ പടച്ചവനെ. സ്വർഗത്തിലും നീ അവരെ ജോഡികളാക്കണേ തമ്പുരാനെ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇത്രയും പെണ്ണുങ്ങൾ ഇവിടെ ഇരുന്നപ്പോ ബഹ്റൈനിൽ നിന്നുകൊണ്ടൊരു സഹോദരി ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാ. ഉസ്താദേ, ഒരു 10,000 രൂപ ഞാൻ തരാം. അൽഹംദുലില്ലാ. അള്ളാഹു ആ പൊന്നുപെങ്ങളുടെ സദക്ക നീ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നവളാ, നീ കൈവിടല്ലേ പടച്ചവനെ. അപകടങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാനെ. ആ പൊന്നുപെങ്ങളെ നീ അറുത്തു മുറിക്കല്ലേ പടച്ചവനെ. ആ പൊന്നുപെങ്ങൾക്ക് സ്വർഗമല്ലാതെ വേറൊരു പ്രതിഫലവും നീ കൊടുക്കല്ലേ അല്ലാ. അള്ളാഹു കബൂലാക്കുമാറാ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. اللهم احسن عاقبتنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخره. റഹമുറഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ദയാലുവായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ വെള്ളിയാഴ്ച രാവിൽ നീ ഇഷ്ടപ്പെടാത്ത ഒരാളുമില്ല റബ്ബേ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ ഞങ്ങൾക്ക് തരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് റഹ്മാനെ. അല്ലാഹുവേ, ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ല പടച്ചോനെ. ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ല റഹ്മാനെ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഹജറുൽ അസ്വദ് മുത്തിയവരെ പോലെ നീ ഞങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങൾ പാവികളാണ് പടച്ചവനെ. ഞങ്ങൾ തെറ്റ് ചെയ്തവരാണ് റഹ്മാനെ.
റഹ്മാനെ. തെറ്റ് ചെയ്തതിൽ കുറ്റബോധമുണ്ട് റഹ്മാനെ. ഇനി ഒരിക്കലും ചെയ്യില്ല എന്നുള്ള ഉറച്ച തീരുമാനമുണ്ട് റഹ്മാനെ. ഇത് ഞങ്ങളുടെ തൗബയാണ് റബ്ബേ. നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്കൊരവസരം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിലാണ് റഹ്മാനെ. നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, നീ മർഹമത്ത് നൽകണേ അല്ലാ. അവരുടെ ഖബറിടം വിശാലമാക്കണേ അല്ലാ. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. വീടിനകത്ത് കിടന്ന് നരകിക്കുന്നത് അവസ്ഥ വരുത്തല്ല അല്ലാ. അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവർക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ. അല്ലാഹുവേ, നീ അറുത്തു മുറിക്കല്ലേ പടച്ചവനെ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. നീ ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല അല്ലാ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, നീ ഞങ്ങളെ നരകിപ്പിക്കല്ല റബ്ബേ. മറ്റുള്ളവരെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാ, ഞങ്ങളുടെ മക്കള് ഉപ്പനെ നോക്കി നോക്കി മടുത്തു. ഉപ്പ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കുടുംബക്കാര് ഞങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. കഷ്ടപ്പെട്ടു വളർത്തിയിട്ട് ഞങ്ങൾക്ക് നരകം വാങ്ങിത്തരുന്ന മക്കളാക്കല്ല അല്ലാ. കള്ളും കഞ്ചാവും മയക്കുമരുന്നിനും അടിമകളാക്കല്ല റബ്ബേ. ഞങ്ങളെ നാണം കെടുത്തുന്ന മക്കളാക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹത്തുകളാക്കണേ അല്ലാ. നിന്നെ ഭയന്ന് ജീവിക്കുന്നവരാക്കണേ അല്ലാ. ഞങ്ങളെ വഞ്ചിക്കുന്നവരാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. ഈമാനുള്ള ഒരു മരണം കിട്ടാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല റബ്ബേ. നിന്റെ കരുണ കൊണ്ട് നീ ഞങ്ങൾക്ക് നല്ല മരണം നൽകണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല അല്ലാ. പടച്ചവനെ, തൗബ ചെയ്ത് ഉളുവോടുകൂടി നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിക്കാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഈ മജ്‌ലിസിലിരിക്കുന്ന ഖതീബ് ഉസ്താദ് ഉൾപ്പെടെ എല്ലാ ആലിമീങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാ. അല്ലുലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ. അവരുടെ ഖിദ്മത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഖതീബിനെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കുക റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ, ഇത്രയും നേരം ഈ സദസ്സിലിരുന്ന ഈ പ്രായമുള്ള എന്റെ ഉപ്പമാർ നീ നല്ല മരണം കൊടുക്കണേ തമ്പുരാനെ. ഈ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ ചെറുപ്പക്കാരെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. ഈ മക്കളെ അനുസരണയുള്ള മക്കളാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, എന്റെ ഉമ്മ പെങ്ങന്മാരെ നീ കൈവിടല്ലേ റഹ്മാനെ. ഒരുപാട് വേദന സഹിച്ചവരാ, ഇനിയും നീ വേദനിപ്പിക്കല്ല റബ്ബേ. അറുത്തു മുറിക്കല്ല റബ്ബേ. കണ്ണുനീര് കുടിപ്പിക്കല്ല റബ്ബേ. എല്ലാവർക്കും നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഈ പരിപാടിയുടെ സംഘാടകരെ നീ ഏറ്റെടുക്കണേ റബ്ബേ. നീ സഹായിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഈ പള്ളിയുടെ പണി നീ ഏറ്റെടുക്കണേ അല്ലാ. എളുപ്പത്തിലാക്കണേ അല്ലാ. ഒരു പ്രയാസവും വരുത്തല്ല അല്ലാ. ഇതിനെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. ഇതിനെ ഇഷ്ടപ്പെട്ടവരെ നീ ഇഷ്ടപ്പെടണേ അല്ലാ. അല്ലാഹുവേ, നീ കബൂലാക്കണേ റബ്ബേ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ, മാരകമായ രോഗങ്ങൾ തൊട്ട് നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, വലിയൊരു ടെസ്റ്റ് റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ. നീ രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, എന്റെ കുട്ടിയുടെയും ജ്യേഷ്ഠന്റെയും ഭാര്യപിതാവിന്റെയും സ്വർഗ്ഗമാക്കണേ അല്ലാ. ഉമ്മയ്ക്ക് ആഫിയത്ത് ദീർഘായുസ് നൽകണേ അല്ലാ. കൂടപ്പറപ്പുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എന്റെ ശബ്ദം നിലനിർത്തണേ അല്ലാ. പടച്ചവനെ റബ്ബേ, അഹങ്കാരം തരല്ലേ അല്ലാ. ജീവിതത്തിൽ വന്ന പിഴവുകളൊക്കെ പൊറുക്കണേ അല്ലാ. പടച്ചവനെ, മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. ക്യാമറയുടെ പ്രവർത്തകരെ അനുഗ്രഹിക്കണേ അല്ലാ. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി